എങ്ങനെയാണോ ശ്രീചക്രത്തില് കാമേശ്വര അംഗസ്ഥായി എന്ന് പറയും പോലെ ശിവൻ കാമേശ്വരന്റെ സ്വരൂപത്തോടു കൂടി എന്താ പറയാ കോടി മന്മഥന്മാര് ചേർന്നാല് പോലും ശിവന്റെ ഒരു പാദത്തിന്റെ അത്രയും എത്തില്ല എന്നാണ്. കോടി മന്മഥന്മാര്, ഒരു മന്മഥനെ ഏറ്റവും ലോകത്തെ ഭ്രമിപ്പിക്കുന്നവൻ അല്ലെ, പഞ്ചബാണം കൊണ്ട് തന്റെ ആകർഷണ ശക്തി കൊണ്ട് അത്രയും സൗന്ദര്യമാണ് മന്മഥന്. ഇപ്പൊ കോടി മന്മഥന്മാരെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സൗന്ദര്യം ആലോചിച്ച് നോക്കൂ. കോടി മന്മഥന്മാര് ഒത്തുചേർന്നാൽ എങ്ങനെയിരിക്കും? അതുപോലെ അതിസുന്ദരനായിട്ട് പിനാകം എന്ന വില്ലും എന്താ പറയാ അമ്പും ധരിച്ച് തേരിൽ കയറി എങ്ങനെയാണോ ദേവി വന്നത് അതുപോലെ ഞാനും മോശക്കാരനല്ല, എനിക്കും തേരുണ്ട് എന്നുള്ള രീതിയിലല്ല, ഒപ്പത്തിനൊപ്പം ഒരാളെ സ്വീകരിക്കാൻ, ദേവിയെ സ്വീകരിക്കാൻ ശിവനും അതുപോലെ തേരിൽ കയറി ത്രിപുര സംഹാരത്തിന് പോയതുപോലെ എന്ത് ചെയ്തു? വന്നു ചേർന്നു ദേവിയെ കാണാനായിട്ട്. ഇവിടെയാണെങ്കിലും ആ കൈലാസത്തിന്റെ നടയില് കരിമ്പ് വില്ലും പുഷ്പബാണങ്ങളും വെച്ച് ദേവി തേരിൽ നിൽക്കണു. യുദ്ധത്തിന് വല്ല ഒരു എന്താ പറയാ ക്രൂദ്ധമായിട്ടുള്ള ഭാവമൊക്കെ മാറി വളരെ മൈൽഡായിട്ട്, വളരെ തന്റെ ഒരു ഏത് പെൺകുട്ടിക്കും തന്റെ ജന്മഗൃഹത്തിൽ ഏത് ജന്മത്തിലാണെങ്കിൽ ചെന്നാലും ആ ഒരു ഗൃഹത്തിനോട്, നമ്മൾ താമസിച്ചിരുന്ന വീട്ടിനോട് ഒരു അറ്റാച്ച്മെന്റ് വരും അല്ലെ. അതുപോലെ ദേവിയുടെ സ്ഥലമാണത്. അവിടെ വന്നപ്പോ ദേവി ആകെ മാറി. എങ്കിലും അകത്ത് പ്രവേശിക്കാതെ, ക്ഷണിക്കാതെ എങ്ങനെ അകത്ത് കയറുമെന്നുള്ള മട്ടില് വെളിയിൽ നിൽക്കുകയാണ്. ഒരു വല്ലാത്ത കാഴ്ചയാണ് അവിടെ. എന്താ പറയാ, ആ ഒരു കയ്യില് കരിമ്പ് വില്ലും പുഷ്പബാണങ്ങളും വെച്ച് നിൽക്കുന്ന ദേവി, എന്താ പറയാ, ഈ കാഴ്ച എവിടെ കാണാമെന്ന് ചോദിച്ചാല് സോമസുന്ദര സന്നിധിക്ക് സമീപം ഇന്നും കല്യാണ സുന്ദരേശ്വര സന്നിധിയില് അഷ്ടലക്ഷ്മി മണ്ഡപത്തില്, മധുര മീനാക്ഷിയുടെ അഷ്ടലക്ഷ്മി മണ്ഡപത്തില് ഈ യുദ്ധക്കോലത്തില് കരിമ്പ് വില്ല് പിടിച്ചു നിൽക്കുന്ന മീനാക്ഷിയും സുന്ദരേശ്വരനായിട്ട് വരുന്ന ശിവനെ നമുക്ക് കാണാൻ പറ്റും. അവിടെ എന്താ പറയാ, യുദ്ധം ചെയ്യാനല്ല വന്നത് ദേവി, യുദ്ധം ചെയ്യാനല്ല ശിവനും വന്നത്. എന്താണ് ആ ഒരു യുദ്ധം, അല്ലെങ്കിൽ എന്താ യുദ്ധം ചെയ്യാൻ എന്ന് പറയാ, എന്താ പറയാ, ഒരാള് തോൽപ്പിക്കുക എന്നാണ്. പക്ഷെ ഇതോ നഷ്ടപ്പെട്ടു പോയ ഒരു ഭാഗത്തെ തിരിച്ചെടുക്കാനാണ് ശിവനും ദേവിയും അവിടെ വന്നിരിക്കുന്നത്. അപ്പോ അവിടെ നമുക്കറിയാം വല്ലാത്ത ഒരു ആ കൈലാസത്ത് പ്രവേശിച്ച ഒരു ഭാര്യ പിണങ്ങിപ്പോയി ഭർത്താവിനോട് കുറെ കാലം സ്വന്തം അച്ഛന്റെ വീട്ടിൽ നിന്നു. അത് കഴിഞ്ഞ് എന്താ പറയാ തിരിച്ച് തെറ്റുണർന്ന് ഭർത്താവിന്റെ വീട്ടിൽ വരുമ്പോ അകത്ത് കയറാൻ ഒരു മടിയായിരിക്കും അല്ലെ, പുറത്ത് നിൽക്കും. മക്കളാണെങ്കിലും അതെ, വിവാഹം കഴിഞ്ഞ് അയക്കുമ്പോ ഭർത്താവാണ് എല്ലാം, ഭർത്താവിനോട് പിണങ്ങി വന്നു. അപ്പൊ നടയിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. എന്തിനാ? ഭർത്താവ് വന്ന് തന്നെ വിളിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഏത് സ്ത്രീയുടെ ഉള്ളിൽ കാണും. അതുപോലെ പരാശക്തിയും സ്ത്രീയാണ്, അമ്മയാണ്. എല്ലാ വികാര വിചാരങ്ങളും ദേവിക്കുണ്ട്. അപ്പൊ ദേവിയും വന്ന് എന്തിനാണ് ഈ പരാശക്തി സ്ത്രീകളുമായിട്ട് ഉപമിക്കണമെന്ന് പറഞ്ഞാൽ, ഇതെല്ലാം തന്നെ നമ്മൾ അമ്മാന്ന് വിളിക്കുമ്പോ, അമ്മാന്ന് വിളി കേൾക്കണമെങ്കിൽ ദേവിക്ക് നമ്മുടെ ഉള്ളിൽ ആ ഒരു ഭാവം വരണം. ദേവി ഈ പറഞ്ഞ മക്കൾ വിളിക്കുമ്പോൾ ഓടി വരണമെങ്കിൽ എന്തുകൊണ്ട്? ഒരു അമ്മയുടെ ഒരു മാതൃത്വ ഭാവം, ഒരു ഭാര്യയുടെ ഭാവം എല്ലാം തന്നെ ദേവിയിൽ ഇണങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മക്കൾ വിളിച്ചാൽ അമ്മ ഓടി വരുന്നത്. അതുകൊണ്ടാണ് ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ആ ഒരു സ്നേഹവും എല്ലാം തന്നെ. പരാശക്തിക്ക് എന്താ ഇതൊന്നുമില്ല, ഇത് ഒരിക്കലും പിരിയാത്തവരാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ രീതിയിൽ കാണുന്നു എന്ന് ചോദിച്ചാല്, എല്ലാം നമുക്ക് മനുഷ്യന്റെ മനസ്സിലെ വികാരങ്ങളാണ് നമ്മൾ ഓരോരുത്തരുമായിട്ട് അടുപ്പിക്കുന്നതും ഓരോരുത്തരായിട്ട് വിഘടിപ്പിക്കുന്നതും. അപ്പൊ ദേവിക്ക് ഇതെല്ലാം ഉണ്ട്. നമ്മൾ മനുഷ്യരാണ്, നമുക്കും ഈ വികാരങ്ങളും ഉണ്ട്. അപ്പൊ അമ്മ എന്നുള്ള ഒരു മാതൃത്വം, ഭാര്യ എന്നുള്ളത് എല്ലാം ദേവിക്കുണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ പോലെ ഒരു വ്യക്തി ഉയർന്നിരിക്കുന്ന നമുക്ക് കുറച്ചുകൂടെ അമ്മയുമായിട്ട് അടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ദേവി സ്വന്തം ഗൃഹത്തിന്റെ പുറത്ത് വന്ന് നിൽക്കുന്നു. വളരെ കാലമായിട്ട് കാണാതിരുന്നവർ തമ്മിൽ കാണുന്നു. അപ്പൊ കുറെ കാലമായിട്ട് പിണങ്ങിപ്പോയി, രണ്ടുപേരും തമ്മിൽ കാണുന്നില്ല, രണ്ടുപേർക്കും കാണണം എന്നുണ്ട്. ആ രാജ്യം വരും. ഭർത്താവ് മാപ്പ് പറയുമോ, ഭാര്യ മാപ്പ് പറയുമോ? ആർക്കാണ് അതില്? ആരും കുറ്റം ചെയ്തതായിട്ട് സമ്മതിക്കുന്നില്ല. ശിവൻ തെറ്റ് ചെയ്തോ? ഇല്ല. അദ്ദേഹം തന്റെ സ്വന്തം കുണ്ടലങ്ങളെടുത്ത് കാതിലണിഞ്ഞു. ദേവി നിസാരമായിട്ടുള്ള കാര്യത്തിന് വഴക്കുകൂടി. പക്ഷെ രണ്ടുപേർക്കും മാപ്പ് പറയാൻ വയ്യ. എന്ത് ചെയ്യും? രണ്ടുപേരും പരസ്പരം കാണുകയാണ്. അപ്പൊ വല്ലാത്ത ഒരു മുഹൂർത്തം. രണ്ടുപേരുടെ ഉള്ളില് ഭയങ്കര സന്തോഷം. എങ്ങനെ കാണും, എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു, വളരെ കാലമായിട്ട് പിണങ്ങി ഇരുന്നവര് കാണാൻ നിൽക്കുന്ന പോലെ രണ്ടുപേരുടെ മനസ്സിലും എന്താ കാണാനുള്ള ആഗ്രഹം ഉത്കടമായിട്ട്. എങ്ങനെയാണോ രാമൻ സീതയെ ഒരു വർഷം രാവണന്റെ എന്താ പറയാ രാജകൊട്ടാരത്തിൽ ആ ഒരു അശോകവനിയിൽ ഇരുന്നിട്ട് രണ്ടുപേരും തമ്മിൽ ആകാംക്ഷയോടെ ദേവി കാണാൻ വന്നപ്പോ രാമൻ കണ്ടെങ്കിലും ആ ഒരു എന്താ പറയാ ദേഷ്യപ്പെടുകയാണ് ചെയ്തത് ദേവിയോട്. പക്ഷെ ശിവൻ ശക്തി അങ്ങനെയല്ല. ഇവർക്ക് പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ല. വെറുതെ എന്താ പറയാ ഒരു സൗന്ദര്യ പണക്കം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സൗന്ദര്യ പണക്കായിരുന്നു. അപ്പൊ പക്ഷെ കാണാൻ അതിയായ ആഗ്രഹത്തോടുകൂടി നിൽക്കണു. ആ ആഗ്രഹത്തെ എന്ത് ചെയ്യാ ദേവി എന്ത് ചെയ്തു?
ആ ഒരു ശിവൻ എന്താ പറയാ അതിഭയങ്കരമായിട്ടൊരു രോമാഞ്ചമൊക്കെ അണിഞ്ഞാണ് ദേവി നിൽക്കുന്നത് ആ ഒരു ശിവന്റെ രൂപത്തെ കാണാനായിട്ട്. അപ്പോൾ അതിസുന്ദരനായിട്ട് പീതാംബരധാരിയായിട്ട് കോടി മന്മഥന്മാർ ഒത്തുചേർന്നാൽ എങ്ങനെയിരിക്കും, അതുപോലെ പിനാകവില്ലും അമ്പും ധരിച്ച് ഭഗവാൻ തേരിൽ വരികയാണ് കൈലാസത്തിനകത്ത് നിന്ന്. ആ ദേവിക്ക് പുറമെല്ലാം ഒരു രോമാഞ്ചമുണ്ടായി എന്നാണ്. അതിഭയങ്കരമായിട്ടുള്ള രോമാഞ്ച കഞ്ചുകത്തോടെ സ്വാമിയുടെ ഇടതു ഭാഗമായിരുന്ന താൻ എത്ര കാലമായി പിരിഞ്ഞിട്ടെന്ന് വളരെ വിഷമത്തോടു കൂടി ചിന്തിക്കുന്നു. ദേവി ആരായിരുന്നു? ദേശവും തനിക്ക് പാണ്ഡ്യദേശം വേണ്ട, ദിഗ്വിജയം വേണ്ട, ആ കണ്ടതും ആ ഒരു ദർശന മാത്രയില് പിണക്കങ്ങളെല്ലാം മറന്നുപോയി. തന്റെ പതി മാത്രം മതി, ഇനി ഇദ്ദേഹവുമായിട്ട് ചേർന്നാൽ മതി എന്ന് അതിയായിട്ടുള്ള ഉത്കടമായിട്ടുള്ള ആഗ്രഹം മുണ്ടിലുണ്ടായി. തൽക്ഷണം എന്ത് സംഭവിച്ചു? തന്റെ മൂന്നാമത്തെ സ്ഥാനം എല്ലാവരും എന്തു പറഞ്ഞിട്ടാണോ ദേവിയെ ഇത്രയും കാലം എന്തോ ഒരു വിചിത്ര ജീവിയായിട്ട് കണ്ടിരുന്നത്, മലയധ്വജ പാണ്ഡ്യന് എന്തിനാണോ തന്റെ മകൾക്ക് പൂർണ്ണതയില്ല, ഈ ഒരു എന്താ പറയാ ഭഗവാനെ തന്നെ ആ ഭഗവാന്റെ മൂന്നാമത്തെ നേത്രം എന്താ പറയാ അത് വിരൂപം എന്ന് പറഞ്ഞത്, അതുപോലെ വിരൂപമായിട്ടിരുന്ന തന്റെ മൂന്നാമത്തെ സ്ഥാനം ആ ദർശന മാത്രയിൽ തന്നെ ഇല്ലാതായി, അപ്രത്യക്ഷപ്പെട്ടു. ദേവി ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. ആ മൂന്നാമത്തെ സ്ഥാനം ചുരുങ്ങി, അത് ഇല്ലാതായി. സാധാരണ സ്ത്രീകളെ പോലെ ദേവിയും അതിസുന്ദരിയായിട്ട് എന്താ ദേവിക്ക് അത് പെട്ടെന്ന് മനസ്സിലായി, കൂടെ വന്ന സുമതിക്കും അത് മനസ്സിലായി. അതോടുകൂടി എന്തായി ദേവി സാധാരണ ഒരു സ്ത്രീ പുരുഷനെ കാണുമ്പോൾ എങ്ങനെയാണോ ആ ഒരു പരാശക്തി തന്റെ ഭർത്താവിനെ കണ്ടപ്പോ എങ്ങനെയാണോ നാണത്തോടുകൂടി തന്റെ ഇടത് ഭാഗം, ഇതുവരെ ഒരു പുരുഷന്റെ ഒരു ആകൃതിയിലായിരുന്നു നിന്നത്, യുദ്ധക്കോലം എല്ലാവരെയും വിജയം വരിക്കേണ്ട രീതിയിൽ ആ ഒരു യുദ്ധക്കോലത്തിൽ നിന്ന് ആള് പെട്ടെന്ന് എന്ത് ചെയ്തു, ആ ഒരു സ്ത്രീയായിട്ട് മാറുകയാണ്. ശിവനെ നോക്കി അദ്ദേഹത്തിന്റെ മുഖത്തെന്താ, തന്റെ ഇടത് ഭാഗം വേറെ ആരെങ്കിലും അപഹരിച്ചോ, കുറെ കാലം ഭാര്യ ഇല്ലാതിരുന്നപ്പോ സാധാരണ ആളുകൾ ചില ഇനി വേറെ കല്യാണം കഴിച്ചോ എന്നൊക്കെ ഒരു സംശയത്തോടുകൂടി നാണത്തോടുകൂടി ശിവന്റെ ഇടത് ഭാഗത്ത് നോക്കുകയാണ്. അദ്ദേഹം പൂർണ്ണമായി തനിക്ക് തന്ന ഇടത് ഭാഗത്ത് വേറെ ആരെങ്കിലും കേറി പറ്റിയോ എന്നൊക്കെ നോക്കുകയാണ്. തന്നെ പൂർണ്ണമായി ശിവൻ എന്ത് ചെയ്തു, പൂർണ്ണമായിട്ട് പരാശക്തിക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്തത്. ദേവി ഭഗവാനെ വിഴുങ്ങി എന്നാ പറയണത്. എന്നിട്ട് ആ പകുതി ഭഗവാന് കൊടുക്കുകയാണ്. ദേവിയാണ് ശിവൻ, ശിവനാണ് പൂർണ്ണമായിട്ടുള്ള ദേവി. അപ്പൊ അത്രയും സ്നേഹമാണ് ശിവന് ദേവിയോട്. ഇടത് ഭാഗത്ത് നോക്കി കുനിഞ്ഞ ശിരസോടുകൂടി ദേവി ശിവന്റെ പാദങ്ങളെ തന്നെ നോക്കൂ. പെട്ടെന്ന് വന്ന മാറ്റം നോക്കൂ. തന്റെ ആ ഒരു മൂന്നാമത്തെ സ്ഥാനം തനിക്ക് എന്താണോ ശാപമായിട്ടിരുന്നത് അത് മാറി. ആ ദർശന വേളയിൽ തന്നെ ശിവന്റെ ശാപം പോയി. ശിവനുമായിട്ടുള്ള ആ ഒരു യഥാർത്ഥ എന്താണ് ബന്ധം ദേവിക്ക് മനസ്സിലായി. നാണത്തോടുകൂടി മീനാക്ഷി എന്ത് ചെയ്തു, ഭഗവാന്റെ പാദപത്മങ്ങളെ നോക്കി നിൽക്കുകയാണ് കുനിഞ്ഞ ശിരസോടുകൂടി. ശിവൻ പറഞ്ഞു, മീനാക്ഷി രാജരാജേശ്വരി നീ എന്റെ എല്ലാമാണ്. നമുക്കറിയാം, നമുക്ക് രണ്ടുപേർക്കും ഈ പ്രപഞ്ചത്തിനും അറിയാം. പക്ഷെ എല്ലാ ഭുവനങ്ങളെയും ഉണ്ടാക്കിയതും നീ തന്നെ, ഇപ്പോൾ ലീലയായിട്ട് ജയിച്ചു വന്ന് നിൽക്കുന്നതും നീയാണ് അല്ലെ. എനിക്കും അത് നിനക്ക്, എന്റെ ആധാരം പോലും നീയാണ്. ശിവൻ പറയാണ്, നോക്കൂ എത്ര സ്നേഹമാണ്. എന്റെ ആധാരം നീയാണ്. എന്റെ എന്താ പറയാ അവതാര ഉദ്ദേശം പൂർത്തീകരിക്കണമല്ലോ. നിനക്ക് ഒരു അവതാരം ഉദ്ദേശമുണ്ടായിരുന്നു. നീ പാണ്ഡ്യ ബാലയായിട്ട് പോവാൻ കാരണം നിനക്ക് ഒരു ജന്മ ഉദ്ദേശമുണ്ട്, അത് തീർന്നിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യണം, നീ മധുരാപുരിക്ക് പോകണം. ഇന്ന് സോമവാരമാണ്, ഇന്ന് തിങ്കളാഴ്ചയാണ്. നമ്മൾ പറയാറുണ്ട് സോമവാര വ്രതം ശിവനെ പ്രീതിപ്പെടുത്താനാണ്, നല്ല ഭർത്താവിനെ കിട്ടാനാണെന്നൊക്കെ പറയും ഇല്ലേ. അതുപോലെ ഇന്ന് സോമവാരം, ഇന്ന് തിങ്കളാഴ്ചയാണ്. നീ മധുരയ്ക്ക് തിരിച്ചു പോണം. അവിടെ എന്താ വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ദേവി പറഞ്ഞു, എനിക്ക് എന്റെ അമ്മയുടെ അനുവാദം മേടിക്കണം. എന്താ മുറപ്പടി മാത്രമേ കുലസ്ത്രീകളെ വിവാഹത്തിന് സമ്മതിക്കാറുള്ളൂ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, എനിക്ക് അമ്മയുടെ അനുവാദം അങ്ങ് മേടിക്കണം എന്ന് പറയാണ്. സാരമില്ല, നീ ഇന്ന് സോമവാരം, അടുത്ത തിങ്കളാഴ്ച ദിവസം ഞാന് സുന്ദരേശ്വരനായിട്ട് മുറപ്പടി അവിടെ വന്ന് അമ്മയോട് കാഞ്ചനമാലയോട് അനുവാദം ചോദിച്ചിട്ട് ഞാൻ നിന്നെ വന്ന് വിവാഹം ചെയ്തോളാം. അപ്പൊ എന്താ അത് കേട്ട് എന്താ പറയാ, അവിടെ നിന്ന ഭൂതഗണങ്ങളും എല്ലാവരും അമ്മാ തായേ പാർവതി മീനാക്ഷി പരാശക്തി എന്നൊക്കെ പറഞ്ഞ് ജയ് ആരവം മുഴക്കാണ്. തന്റെ സ്വാമിയുടെ വിവാഹം എത്രയോ കാലമായിട്ട് അദ്ദേഹത്തെ പിരിഞ്ഞുപോയ തന്റെ ആ ഒരു സ്വാമി തിരിച്ച് തന്റെ കൈലാസത്തേക്ക് എഴുന്നള്ളുമെന്ന് കേട്ട് സന്തോഷിച്ച് അവര് ശിവഭൂതഗണങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്തു, ആ ഒരു വളരെ സന്തോഷത്തോടു കൂടി അവര് ആഹ്ലാദപരമായിട്ട് അമ്മ ക്ഷമിക്കണം, ഞങ്ങൾ ചെയ്തത് അമ്മയോട് ഏറ്റുമുട്ടി എന്നൊക്കെ പറഞ്ഞ് സമസ്ത അപരാധങ്ങളൊക്കെ ക്ഷമിക്കാൻ പറഞ്ഞ് എന്താ പറയാ സന്തോഷത്തോടെ അവര് ജയ ആരവം മുഴക്കുന്നു. അതിതേജസ്വിയായി ശിവൻ എന്ത് ചെയ്തു, അടുത്ത സോമവാരത്തില് മധുരാപുരിയില് ഈ പറഞ്ഞ എന്താ അമ്മയുടെ അനുവാദം വാങ്ങി വിവാഹത്തിന് എത്തും എന്നുള്ള സന്തോഷമായിട്ടുള്ള വർത്തമാനം കേട്ട് ദേവി എന്ത് ചെയ്തു, ഇപ്പൊ ദേവി ആളെ മാറി. യുദ്ധക്കോലത്തിൽ വന്ന് ഭയങ്കര എന്താ പറയാ
യുദ്ധം ജയിക്കാമെന്ന് ദേവി ഇപ്പൊ എപ്പോഴും ഭയങ്കര നാണം, ശിവന്റെ മുഖത്ത് നോക്കുന്നില്ല, ലജ്ജയോടുകൂടി ശിവനെ നമസ്കരിച്ച് നാണത്തോടുകൂടി എന്നാൽ തന്റെ ഭർത്താവിനെ വിട്ടുപോകുന്ന, ഇപ്പൊ ഭർത്താവല്ല കന്യകയാണ്, അതിന് മുമ്പില് ഭർത്താവായിരുന്നു. 7 ജന്മാന്തരങ്ങളില് ഒരു ജന്മത്തിലും പിരിയാത്ത രണ്ടുപേരേ ഉള്ളൂ, ശിവശക്തികള്. അവരൊരിക്കലും പിരിയില്ല. അവരെന്നും പല പല ലീലകൾ ആടും, പക്ഷെ അവര് തമ്മിൽ ഒരിക്കലും സെപ്പറേഷൻ ഒന്നൊന്നില്ല. എങ്കിലും ഈ പ്രപഞ്ചത്തിന്റെ നാടകത്തിന്റെ ലീലയായിട്ട് അവര് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ദേവിക്ക് പിരിയാൻ ഒരു മടി. ഇതുവരെ കാണാതിരുന്നപ്പോ എന്ത് ചെയ്തു? കുഴപ്പമില്ലായിരുന്നു. കാണാതിരുന്നപ്പോ രണ്ടുപേരും അതിനെക്കുറിച്ച് ഓർത്തില്ല. കണ്ടപ്പോ പിരിയാൻ അതിവിഷമം. ശിവനും അതെ, ശിവൻ അകത്തോട്ട് പോകുന്നില്ല, ദേവി മധുരയ്ക്ക് പോകുന്നില്ല. രണ്ടുപേരും പരസ്പരം നോക്കി എന്താ കണ്ണുകൊണ്ട് യാത്രാ മംഗളങ്ങളൊക്കെ നേർന്ന് അവിടെ നിൽക്കുകയാണ്. അപ്പൊ സുമതി പറഞ്ഞു, ദേവി മീനാക്ഷി നമുക്ക് പോവാം, അമ്മയോട് അവിടെ മധുരയിൽ എന്താ വിവാഹ ഒരുക്കങ്ങളൊക്കെ നമുക്ക് നടത്തണ്ടേ, തിരിച്ചു പോവാന്ന് പറഞ്ഞ് ദേവിയെ വലിച്ചു കൊണ്ടുപോകുന്ന പോലെ. ദേവി സ്വയം വന്ന ആളിപ്പോ എന്തായി? അവിടെ സ്വന്തം വീട്ടിൽ വന്നപ്പോ തിരിച്ചു പോകാൻ ഇഷ്ടമില്ലാത്ത ആളായിട്ട് മാറി. സുമതി വലിച്ചു കൊണ്ടുപോയി എന്നാ പറയണത്, നിർബന്ധമായിട്ട്. അപ്പൊ ദേവി വിഷമത്തോടുകൂടി, തന്റെ ശിവനെ പിരിയുന്ന വിഷമത്തോടുകൂടി തിരിച്ച് തേരിൽ കയറി ശിവനും അതുപോലെ കൈലാസത്തിനകത്തോട്ട് പോവുകയാണ്. ശിവൻ പാണ്ഡ്യ മന്നനായിട്ട് വരാൻ പോവുകയാണ്. മീനാക്ഷി കല്യാണത്തിന് പാണ്ഡ്യ രാജ്യത്ത് ദേവിയോടൊപ്പം കുറച്ചു നാളെ താമസിക്കണമെന്ന് പറഞ്ഞ് മീനാക്ഷിയെ തിരിച്ചയക്കുകയാണ്. ഞാൻ വരും, നിന്റെ കൂടെ നിന്നെ കല്യാണം കഴിച്ച് ഞാൻ അവിടെ എന്ത് ചെയ്യും? കുറച്ചു കാലം അവിടെ അരശനായിട്ട്, രാജാവായിട്ട് അവിടെ താമസിക്കും എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും തമ്മില് എന്താ പറയാ, ആ കൂട്ടുമുട്ടിയ സുമുഹൂർത്തം. അല്ലാത്ത ഒരു ദേവന്മാരും യക്ഷന്മാരും ഗന്ധർവന്മാരും എല്ലാവരും തന്നെ മീനാക്ഷി കല്യാണം, മീനാക്ഷി തിരുസ്വയംവരം, ആ സ്വന്തം ദിഗ്വിജയത്തിലൂടെ തന്റെ ഭർത്താവിനെ കണ്ടെത്തിയ മീനാക്ഷി സ്വയംവരം, മീനാക്ഷി തിരുക്കല്യാണം. തിരുക്കല്യാണം എന്ന് പറഞ്ഞാൽ രാജാവിന്റെ കല്യാണത്തിനാണ് നമ്മൾ തിരുക്കല്യാണം, തിരുവുടൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തിരുക്കല്യാണ ദർശനത്തിന് ഇനി ഇതിൽ കൂടുതൽ ഭൂമിയിൽ ദേവിയുടെ ഒരു വിവാഹം. ലളിതാ പരമേശ്വരി വന്നു, കാമേശ്വരനുമായിട്ട് വിവാഹം ചെയ്തു. പക്ഷെ മീനാക്ഷി ആവട്ടെ മനുഷ്യ സ്വരൂപത്തില് മധുരയിലെ മഹാരാജ്ഞിയായിട്ടിരിക്കുന്ന ദേവിയുടെ ആ തൃക്കല്യാണ ഉത്സവം 7 ദിവസത്തെ അതിഗംഭീരമായിട്ടുള്ള മധുര അണിഞ്ഞൊരുങ്ങി ഈ പ്രപഞ്ചത്തിലെ എല്ലാവരും, യക്ഷകിന്നര ഗന്ധർവന്മാരും എല്ലാവരും അണിചേരുന്ന ആ സപ്തർഷികളും ബ്രഹ്മാവും വിഷ്ണുവും എല്ലാവരും വരുന്ന വിവാഹത്തിൽ നമുക്ക് പങ്കെടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടി എന്ത് ചെയ്തു? ആ മീനാക്ഷി കല്യാണ വൈഭോഗം എന്നുവെച്ചാൽ അത് കണ്ടാല്, മീനാക്ഷി കല്യാണം കണ്ടാൽ ഒരിക്കലും ആ വിവാഹത്തെ കുറിച്ച് പറയുകയോ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നവർക്ക് മോക്ഷമാണ്. അത്ര ഉയർന്ന ഭൂമിയിൽ നടന്ന ഒരു കല്യാണത്തിന്റെ ഒരുക്കങ്ങൾക്കായിട്ട് പ്രപഞ്ചവും മധുരാപുരിയും ഒരുങ്ങി ദേവി മീനാക്ഷി തിരിച്ച് കാഞ്ചനമാലയുടെ അടുത്ത് എത്തുകയാണ്. അവിടെ ചെന്നിട്ട് എന്താ ദേവിയുടെ ഒരു പ്രത്യേക അപ്പൊ ആ ഒരു ദിഗ്വിജയത്തിന് ശേഷം അവസാനം കൈലാസത്തെത്തി ശിവദർശനം ചെയ്തതിന് ശേഷമാണ് ഇവിടെ വരുന്നത്. എന്താ പറയാ, ആളാകെ അങ്ങ് മാറി ഇല്ലേ? തിരിച്ച് കാഞ്ചനമാലയുടെ അടുത്ത് വരികയാണ് മീനാക്ഷി. ആ ഒരു പ്രത്യേക രൂപത്തിൽ പോയ പോലെ അല്ല. അമ്മയ്ക്ക് മക്കളെ പെട്ടെന്ന് മനസ്സിലാവും. അത് ഈ അമ്മ പെട്ടെന്ന് മീനാക്ഷിയെ കണ്ടപ്പോ കുനിഞ്ഞ ശിരസോടുകൂടി, നാണത്തോടുകൂടി, യഥാർത്ഥ ഒരു സ്ത്രീയുടെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ് അതീവ സുന്ദരിയായ മീനാക്ഷി ദിഗ്വിജയം കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. കാഞ്ചനമാലയ്ക്ക് വലിയ അത്ഭുതം തോന്നി. അവിടെ ദേവിയുടെ എന്താ പറയാ, ആ ഒരു സുന്ദരേശ്വര കല്യാണ വൈഭോഗം എന്നാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര്. വളരെ വിശേഷപ്പെട്ട കല്യാണ ഉത്സവമാണ് മീനാക്ഷിക്ക് നടക്കേണ്ടത്. ബ്രഹ്മേശാച്യുത ഗീയമാന ചരിതേ പ്രേതാസനാസ്ഥിതേ പാദോരംശ കുശ ചാപ ബാണാങ്കിതേ ബാലേന്ദു ചൂടാഞ്ചിതേ ബാലേ ബാലകുരാംഗ ലോലനയനെ ബാലാർക്ക കോഡ്യോജ്വലെ എന്ന് പറഞ്ഞ് ദേവിയെ പ്രത്യേകം അവിടെ ദേവി വിവാഹത്തിന് ഒരുങ്ങുന്നതിന് മുമ്പേ ദേവിയെ പൂജിക്കുന്നുണ്ട്. അതായത് ആ ഒരു മുദ്ര ആരാധിത ദൈവതേ മുനിസുതേ കൃപാവലംബനഗരി മീനാംബിക എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക സ്തോത്രമുണ്ട്. അപ്പൊ ത്രിമൂർത്തികള് സ്തുതിക്കപ്പെട്ടവളും പഞ്ചപ്രേത മഞ്ചത്തിലിരിക്കുന്നവളും കയർ തോട്ടി അമ്പൊക്കെ ധരിച്ചിരിക്കുന്നവളും ബാലയും മാനിന്റെ കണ്ണോട് കൂടിയവളും അനേക ബാലാദിത്യ പ്രഭയോട് കൂടിയവളുമായ ബാലചന്ദ്രനെ അണിഞ്ഞവളും ദിവ്യമുദ്രകൾ കൊണ്ട് പൂജിക്കപ്പെടുന്നവളും മുനിസുതയും ആയിട്ടുള്ള അമ്മ മീനാക്ഷി എന്ന് എന്നെ രക്ഷിച്ചാലുമെന്ന് ആര് പ്രാർത്ഥിക്കുന്നോ അവർക്ക് മീനാക്ഷിയുടെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകുമെന്ന് മീനാക്ഷി വൈഭവം പറയുന്നു. അപ്പൊ അങ്ങനെ ദേവി എന്താ പറയാ, ആ ഒരു
വ്യത്യാസം കണ്ടു. ഉടനെ തന്നെ കാഞ്ചനമാല ചോദിക്കുകയാണ്, എന്താണ് എന്ത് പറ്റി എന്റെ മകൾക്ക്, എന്തോ ഒരു വ്യത്യാസമുണ്ടല്ലോ. അപ്പൊ സുമതി കാര്യങ്ങൾ പറഞ്ഞു. ദേവിയുടെ മൂന്നാമത്തെ സ്ഥലം പറഞ്ഞു. ദേവി തന്റെ വരനെ കണ്ടെത്തിയിരിക്കുകയാണ്. മീനാക്ഷിയുടെ വരൻ ആരാണെന്ന് ചോദിച്ചപ്പോ പറയുന്നു, സാക്ഷാൽ ശിവഭഗവാനാണ് മീനാക്ഷിയുടെ വരൻ എന്ന് കേട്ട് എന്ത് കഴിഞ്ഞു, വളരെയധികം കാഞ്ചനമാല സന്തോഷത്തോടുകൂടി തന്റെ മകളെ കെട്ടിപ്പിടിച്ചു. ഇനി ഇതിൽ കൂടുതൽ ഭാഗ്യവും ഇതിൽ കൂടുതൽ മോക്ഷപ്രദവുമായിട്ട് എന്താണ്? അതായത് കുലദൈവം എന്ന് പറയുന്നത് സുന്ദരേശ്വരനാണ്. മധുരയിലെ ആ ഒരു ശിവലിംഗത്തിലാണ് മലയധ്വജ പാണ്ഡ്യൻ അന്തർധാനം ചെയ്യുന്നത്. അവരുടെ കുലദൈവം മീനാക്ഷിയും സുന്ദരേശ്വരനുമാണ്. ആ സുന്ദരേശ്വരൻ തന്റെ മകളെ കല്യാണം കഴിക്കാൻ, മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ മധുരാപുരിയില് എന്താ പറയാ എത്തണു എന്നൊക്കെ പറഞ്ഞ് എന്താ പറയാ ആ ഒരു മഹാസന്തോഷം നമുക്കിത് വളരെ ഉത്സവമായിട്ട് തന്നെ ആഘോഷിക്കാമെന്ന് കാഞ്ചനമാല എന്ത് ചെയ്തു, വിവാഹ വിളംബരം നടത്തുകയാണ് മധുരാപുരിയില്. എല്ലാത്തിനും എന്താ വിവാഹത്തിന്റെ വിളംബരം എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യാനായിട്ട് അവിടെ എന്താ പറയാ കൊട്ടാരത്തിൽ നിന്ന് അറിയിപ്പ് വന്നു. അപ്പോ തിരിച്ച് 8 ദിവസം അടുത്ത തിങ്കളാഴ്ച വരുമെന്നാണല്ലോ സുന്ദരേശ്വരൻ വരും എന്ന് പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ ആ ഒരാഴ്ച വീഥികളെല്ലാം അലങ്കരിച്ചു. ഓരോ വീടുകളും എന്താ പറയാ വെള്ളം തളിച്ച് ശുദ്ധമാക്കി. വളരെ എല്ലാവരും സുന്ദരേശ്വരനെ എന്താ പറയാ വരനെ സ്വീകരിക്കുക എന്നൊരു ചടങ്ങുണ്ടല്ലോ. അപ്പൊ അതെല്ലാം സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും ഒരുങ്ങുകയാണ്. കാരണം അദ്ദേഹത്തെ സ്വീകരിക്കുന്ന എവിടെ നിന്നാണ്? സുന്ദരേശ്വരൻ പറഞ്ഞത് എന്താ, സുന്ദരേശ്വര ലിംഗത്തിൽ നിന്ന് പുറത്തു വന്ന് കല്യാണം ചെയ്തോളാം. അവിടെ സുന്ദരേശ്വര ക്ഷേത്രമുണ്ട്. ആ സുന്ദരേശ്വര ലിംഗത്തിൽ നിന്ന് പുറത്തു വരാം എന്ന് പറഞ്ഞതും പാണ്ഡ്യവംശം ഭരിക്കുമെന്ന് കേട്ടതും എന്ത് ചെയ്തു, അത്രയും സന്തോഷത്തോടു കൂടി കാഞ്ചനമാലയും ആ മധുര നിവാസികളും ഒരുപോലെ സന്തോഷിച്ചു. അപ്പൊ ആകാശം വഴി കൈലാസത്ത് നിന്ന് മധുരാപുരിയില് അമ്മയെ കാണാൻ കാഞ്ചനമാലയായ അമ്മയെ കണ്ട മീനാക്ഷി നമസ്കരിച്ച് അമ്മയുടെ അനുഗ്രഹം മേടിക്കുകയാണ്. തന്റെ ഒരു സ്വയംവരം പോലെ തന്നെ എല്ലാ രാജ്യത്തും പോയി തന്റെ യഥാർത്ഥമായിട്ട് തനിക്ക് ഇഷ്ടപ്പെട്ട വരനെ ദേവി സ്വീകരിച്ചു. അപ്പോ ആ ഒരു എന്താ പറയാ അതിസുന്ദരിയായിരിക്കുന്ന മീനാക്ഷിയെ കണ്ട് ഇനി എന്തൊക്കെ ഞാൻ ഒരുക്കങ്ങൾ ചെയ്യണം. കാഞ്ചനമാലയ്ക്ക് ഒരു സാധാരണ അമ്മയെ പോലെ തന്നെ വേവലാതിയായി അല്ലെ. മകളുടെ പരമഭാഗ്യം കാമേശ്വരനായ സോമസുന്ദരമൂർത്തി മീനാക്ഷിയെ കല്യാണം കഴിക്കുന്ന സന്തോഷം, അപ്പൊ എല്ലാ ലോകങ്ങളും കീഴടക്കിയ സന്തോഷം, കൈലാസത്തിൽ എത്തിയ ശിവനെ കണ്ടപ്പോ മൂന്നാമത്തെ സ്ഥലം അറിഞ്ഞ സന്തോഷം, വരൻ ശിവനാണ്, പരാശക്തിയാണ് സാക്ഷാൽ മീനാക്ഷി. ഇതെല്ലാം കൂടെ കേട്ടപ്പോ അമ്മയ്ക്ക് എന്താ ചെയ്യേണ്ടത്, എന്ത് ആഡംബരങ്ങളൊക്കെ ചെയ്താൽ ഈ വിവാഹത്തെ ഇനിയും നല്ലതാക്കാൻ പറ്റും എന്ന് അമ്മ വീണ്ടും രാജ്യത്തിൽ എല്ലാവരെയും വിളിച്ച് പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ച് വിവാഹത്തിന് എന്താ പറയാ ചർച്ചകൾ അവിടെ വളരെ വിശേഷമായിട്ട് നടക്കുകയാണ്. കാഞ്ചനമാല സന്തോഷത്തോടുകൂടി എല്ലാത്തിലും പങ്കെടുക്കുകയാണ്. തന്റെ ഭർത്താവായ മലയധ്വജ പാണ്ഡ്യന് ഇത് കാണാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് മാത്രമേ ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ മധുരാപുരി എന്താ പറയാ സ്വർഗ തുല്യമായിട്ട് അലങ്കരിക്കപ്പെടുകയാണ്. സോമവാരത്തില് ഭഗവാൻ വിഗ്രഹത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നത് കാണാനായിട്ട് എല്ലാവരും എന്താ പറയാ ക്ഷേത്രത്തിന്റെ പരിസരത്ത് തടിച്ചുകൂടി നിൽക്കുകയാണ്. ആ ദിവസം വന്നെത്തി മീനാക്ഷിയുടെ തിരുക്കല്യാണ വിളംബരം. ഇന്നും 7 ദിവസമാണ് മധുര മീനാക്ഷിയിലെ കല്യാണ വിളംബരം എന്ന് പറയുന്നത്. നാനാ ദിക്കിൽ നിന്ന് അപൂർവ മംഗല്യം കാണാനായിട്ട് ആളുകൾ വന്നു. സാക്ഷാൽ പരമേശ്വരനാണ് വരൻ എന്ന് കേട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്, ആരാണ് വരൻ? ഭഗവാനാണ്. പാണ്ഡ്യദേശത്ത് നിന്ന് ഇവിടെ വന്ന് ചേർന്ന, അതുപോലെ തന്നെ പാണ്ഡ്യദേശത്ത് വന്നു ചേരുകയാണ് ശിവൻ. ഇപ്പോ പരമശിവന്റെ തിരുക്കല്യാണ വിശേഷം നമ്മള് എല്ലാരെയും അറിയിക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈവൻ പക്ഷികൾ പോലും ശിവനാമം ജപിച്ചു എന്നാണ്. അപ്പൊ ദേവന്മാര്, ഋഷികള്, സിദ്ധന്മാര്, ഗന്ധർവന്മാര് എല്ലാവരും വന്ന് നിറഞ്ഞു. അടുത്ത തിങ്കളാഴ്ച സോമവാരമായി. എല്ലാവരും ആകാംക്ഷയോടെ കാത്തുനിന്ന മീനാക്ഷി കല്യാണം എന്നത് ഒരു ഉത്സവമായിട്ട് തീർന്നിരിക്കുക. അപ്പൊ സൃഷ്ടിയുടെ ആദ്യം ലളിതാ പരമേശ്വരിയെ വിഷ്ണുവാണ് കാമേശ്വരനെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ ഹിമവാൻ പാർവതിയെ ശിവന് കല്യാണം ചെയ്തു കൊടുത്തു. കാത്യായനി ദേവിയെ ശിവന് വിവാഹം കഴിച്ചു കൊടുത്തു. പക്ഷെ ഇത്രയും കല്യാണങ്ങൾ നടന്നെങ്കിലും ഈ മീനാക്ഷി തിരുക്കല്യാണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം പരാശക്തി മധുരയിലെ രാജ്ഞിയായിട്ട് ദിഗ്വിജയം നടത്തി പരമശിവനെ കല്യാണം കഴിക്കുന്നതിന് എന്തോ ഒരു പ്രത്യേകത എല്ലാവർക്കും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മധുരയിലെ എല്ലാവരും മീനാക്ഷി തന്റെ വീട്ടിലെ കുട്ടിയാണ്, തന്റെ കുട്ടിയുടെ കല്യാണമാണ് നടക്കുന്നത് പോലെ വീടൊക്കെ അലങ്കരിച്ച് മാവില തോരണമാക്കി മധുരപലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി സന്തോഷത്തോടുകൂടി ചിത്രമാസത്തിലെ ശുഭമുഹൂർത്തത്തിനായി കാത്തിരുന്നു. അത് വന്നെത്തി. തിങ്കളാഴ്ച ദിവസം സാക്ഷാൽ സോമസുന്ദരമൂർത്തി തന്റെ വാക്കനുസരിച്ച് ശിവലിംഗത്തിൽ നിന്ന് സോമസുന്ദരമൂർത്തിയായിട്ട് പുറത്തു വരികയാണ്.
അപ്പൊ നമ്മുടെ നന്ദികേശ്വരനും ഭൃങ്ങി കൈലാസത്തു നിന്ന് സകലവരും ഇവിടെ എത്തിക്കഴിഞ്ഞു. വൃഷഭവാഹനം സാക്ഷാൽ നന്ദി ആ ഒരു വൃഷഭവാഹനത്തിന്റെ രൂപമെടുത്ത് അതിൽ കയറി ഭഗവാൻ എങ്ങനെയാണ് വന്നത്? ആ ഒരു പീതാംബരധാരിയായിട്ട് കയ്യിലും കാലിലും വളകൾ ധരിച്ച് അഴകിയ വക്ഷസ്ഥലത്ത് വിവിധ മാലകൾ ധരിച്ച് ആഭരണങ്ങൾ ധരിച്ച് പരമസുന്ദരനായിട്ട് ആവിർഭവിച്ചു സാക്ഷാൽ പരമേശ്വരൻ. ലോകാനുഗ്രഹത്തിനായി സുന്ദരേശ്വരൻ എന്താണ് ചെയ്തത്? ജഡാവൽക്കലങ്ങളെ ഉപേക്ഷിച്ചു. അതിന് പകരം എന്ത് ധരിച്ചു? കിരീടം, ദിവ്യാംബരം, ചന്ദനം പൂശി ഒരു പുതിയ ഒരു പുതിയ വേഷത്തില് ഭഗവാൻ ഇത്രയും ഭംഗിയായിട്ട്, അതാണ് ഏറ്റവും സോമസുന്ദര മൂർത്തി. സോമനെ ആ ഒരു ചന്ദ്രക്കല തന്റെ ശിരസിൽ അണിഞ്ഞ് ആ ഒരു 1000 കാമേശ്വരന്മാര് വന്നാല് എങ്ങനെയിരിക്കും? മന്മഥന്മാർ അത്ര മന്മഥ തുല്യനായിട്ട് ആ ശിവന്റെ രൂപത്തെയാണ് നമ്മൾ സോമസുന്ദരമൂർത്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രത്യേക ഇത് കണ്ടാൽ എന്താ? സകല ഭോഗങ്ങളും നടക്കുന്നതാണ്. മോക്ഷമല്ല ഭഗവാൻ അപ്പൊ കൊടുക്കുന്നത്, ഭോഗമൂർത്തിയാണ്. കാരണം ഈ പ്രപഞ്ചത്തിലെ എന്ത് ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുക. സന്തോഷമായിട്ട് ഒരാൾ ഇരിക്കുമ്പോഴല്ലേ നമ്മളെല്ലാം ചോദിച്ചാൽ തരുന്നത്. മധുരയിലെ ഈ ശിവലിംഗം അങ്ങനെയാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഈ ഒരു സ്വരൂപം അങ്ങ് എപ്പോഴും ജടാധാരിയാണ്, എപ്പോഴും തപസ്സിലിരിക്കുന്നതാണ്. അങ്ങ് ഒരു കാര്യം ചെയ്യണം, അങ്ങയുടെ ഈ സ്വരൂപത്തിൽ ഒരു ശിവലിംഗം അങ്ങയുടെ കൈകൊണ്ട് മധുരയിൽ പ്രതിഷ്ഠിക്കണമെന്ന് എല്ലാവരുടെയും ആവശ്യപ്രകാരം ഭഗവാൻ എന്ത് ചെയ്തു? ഈ ഒരു തിരുസ്വരൂപത്തില് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കി. അദ്ദേഹത്തിനെല്ലാം വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ശിവക്ഷേത്രം ഉണ്ടാക്കി പടിഞ്ഞാറ് ദർശനമായിട്ട് അതിന് അഭീഷ്ടപ്രദം എന്ന ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചു എന്നാണ് കഥ. അഭീഷ്ടപ്രദം, അവിടെ ചെന്ന് എന്ത് അഭീഷ്ടങ്ങൾ ചോദിച്ചാൽ, അതുകൊണ്ട് വിവാഹം നടക്കാത്തവര്, വിവാഹം നടന്നാൽ ജാതകദോഷമുള്ളവര്, പ്രശ്നങ്ങളുള്ളവര്, ദാമ്പത്യ പ്രശ്നമുള്ളവര് എല്ലാവരും ഈ പറഞ്ഞ പ്രത്യേക സുന്ദരേശ്വര ലിംഗത്തെ തൊഴുതാൽ അവരുടെ ദാമ്പത്യം, അവരുടെ ദമ്പതികളുമായിട്ടിരിക്കുന്ന പ്രശ്നം, വിവാഹം നടക്കാത്ത പ്രശ്നങ്ങളെല്ലാം തന്നെ ഇല്ലാതായി തീരും എന്ന് കഥയുണ്ട്. അപ്പോ പരമസുന്ദരനായിട്ടുള്ള ഭഗവാൻ എന്ത് ചെയ്തു? ആ ഒരു വൃഷഭധ്വജത്തിൽ തന്റെ ആ വൃഷഭത്തിന്റെ നന്ദികേശ്വരന്റെ പുറത്ത് വിവാഹത്തിനായിട്ട് എഴുന്നള്ളുകയാണ്. കൊട്ടാരത്തിന്റെ വെളിയിൽ അതിവിശാലമായിട്ടുള്ള വിവാഹ മണ്ഡപം ഉണ്ടാക്കി കഴിഞ്ഞു. പാർവതി ശരിക്കും പറഞ്ഞാൽ പാർവതി ദേവി ആയിട്ട് കല്യാണം കഴിക്കുമ്പോൾ യഥാർത്ഥമായിട്ട് ശിവൻ വന്നത് പുലിത്തോലണിഞ്ഞ് ഒരു പേടിപ്പിക്കുന്ന രൂപത്തില് തന്റെ കൂടെയുള്ള ശിവഭൂതഗണങ്ങളുമായിട്ട് കണ്ട് പാർവതി ദേവിയുടെ അമ്മ ബോധം കെട്ട് വീണുന്ന കണ്ട് പേടിച്ചിട്ട് ഇതാണോ നിന്റെ വരൻ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ഒരു സൗന്ദര്യമാണെങ്കിലും ഒരു ഭയപ്പെടുത്തുന്ന രൂപത്തിലാണ് പാർവതി വിവാഹത്തിന് വന്നത്. പക്ഷെ ഇവിടെയോ ദേവി എങ്ങനെ കല്യാണം ശരിക്കും ഒരു വരന്റെ രൂപത്തില് ലളിതാ പരമേശ്വരിയെ കല്യാണം കഴിക്കുമ്പോൾ അതിസുന്ദരനായ കാമേശ്വരനായിട്ടാണ് വന്നത്. വളരെ ചുരുക്കം സന്ദർഭത്തിലേ ഭഗവാനെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. പീതാംബരം ധരിച്ച് മാലകൾ ധരിച്ച് വാസനദ്രവ്യങ്ങളും ചന്ദനവും പൂശി കാമേശ്വരനായിട്ടാണ് ലളിതാദേവിയെ കല്യാണം കഴിക്കാൻ വന്നത്. അതേ രൂപത്തില് മധുര മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ സുന്ദരേശ്വരനായിട്ട് വരികയാണ്. ഈ വിവാഹത്തില് മീനാക്ഷി കല്യാണത്തിലാണ് പിന്നെ നമ്മൾ ആ രൂപത്തിൽ കാണുന്നത്. ബാക്കി എല്ലായിടത്തും ഭഗവാൻ പുലിത്തോലും എടുത്ത് ഈ പറഞ്ഞ ഒരു തൃശൂലവും പിടിച്ച് ജടയും കെട്ടി അങ്ങനെ പോവുള്ളൂ. അദ്ദേഹം രൂപം മാറ്റില്ല. 2 പ്രാവശ്യം നമുക്ക് ഈ രൂപത്തിൽ കാണാൻ പറ്റുള്ളൂ. ഒന്ന് ലളിതാ പരമേശ്വരിയുടെ കാമേശ്വരനായിട്ടും, രണ്ടാമത് ഇവിടെ സോമസുന്ദര മൂർത്തിയായിട്ടുമാണ് കാണാൻ പറ്റുന്നത്. അതാണ് ഭോഗമൂർത്തി എന്ന് പറയുന്നത്. ഒരു വിവാഹത്തിന് മനസ്സ് സന്തോഷമായിട്ടിരിക്കുമ്പോൾ എന്ത് ചെന്ന് ചോദിച്ചാലും കൊടുക്കും. സാധാരണ വിവാഹത്തിന് ഒരുപാട് ദാനധർമാദികൾ ചെയ്യും. അച്ഛനമ്മമാരും അവരെ കൊണ്ട് ദമ്പതികളെ കൊണ്ടും ചെയ്യിക്കും. ദാനം? അനുഗ്രഹം കിട്ടും. അവിടെ എല്ലാവരെയും അനുഗ്രഹിക്കും ഭഗവാൻ. അതുപോലെ ഈ സന്തോഷത്തോട് നിൽക്കുന്ന ആ ഒരു മണമകൾ കോലം, ആ ഒരു രൂപത്തിൽ നിൽക്കുന്ന ഭഗവാനെ നമസ്കരിച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. അങ്ങനെ ആ രൂപത്തിലാണ് ഭഗവാൻ കാമേശ്വരനായിട്ട് വന്നത്. സോമസുന്ദര ലിംഗത്തിൽ നിന്ന് ആവിർഭവിച്ചു വന്നത്. വേറൊരു ശിവലിംഗമാണ് അഭീഷ്ടപ്രദം എന്ന് പറഞ്ഞ ശിവലിംഗം അദ്ദേഹം തന്നെ പ്രതിഷ്ഠിച്ചത്. അപ്പോ ആ ഒരു മോഹനമായ രൂപത്തില് എല്ലാവരും വരികയാണ് ഭഗവാൻ. അപ്പൊ വരന്റെ തോഴന്മാരായിട്ട് ഒരു സൈഡില് ബ്രഹ്മാവ്, ഒരു സൈഡില് വിഷ്ണു, രണ്ടുപേരും സാധാരണ വിവാഹത്തിന് അച്ഛനമ്മമാരുടെ കൂടെ അച്ഛൻ കൈപിടിച്ചല്ലേ കൊണ്ടുവരുന്നത്. ജന്മമില്ലാത്ത എല്ലാ ദിക്കുകൾക്കും ആധാരമായിട്ടിരിക്കുന്ന പരമശിവന് ജന്മസ്ഥലമില്ല, പിതാവില്ല, ബന്ധുക്കളില്ല, അല്ലേ? അപ്പൊ ഭഗവാന്റെ ബന്ധുക്കൾ തോഴന്മാരായിട്ട് ഒരു സൈഡില് ബ്രഹ്മാവും ഒരു സൈഡില് വിഷ്ണുദേവനും വരികയാണ്. പിന്നാലെ ശിവഗണങ്ങള്, ദേവന്മാര്, യക്ഷന്മാര്, കിം പുരുഷന്മാര്, ഋഷിമുനികള് എല്ലാവരും സോമശേഖര ലിംഗത്തിൽ നിന്ന് പുറപ്പെട്ട ശിവഭഗവാന്റെ പിന്നാലെ ആ ഒരു ഭഗവാനെ അനുഗമിച്ച് സന്തോഷത്തോടു കൂടി മീനാക്ഷിയുടെ തിരുക്കല്യാണത്തിനായി മധുരയില് ആ ഒരു
ഘോഷയാത്ര, അത് പറയുന്നവനും കേൾക്കുന്നവന്റെയും എല്ലാം പാപങ്ങൾ നശിക്കുന്നതാണ്. ആ ഒരു ഈ പറയുന്ന ഈ ഒരു രൂപവും, ഭഗവാന്റെ ഈ ഒരു രൂപവും, ഈ ഒരു എന്താ പറയാ സംഭവങ്ങളും വർണ്ണിക്കുന്നവർക്കെല്ലാം തന്നെ തന്റെ പാപങ്ങളെല്ലാം ഇല്ലാതായി ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഈ തിരുക്കല്യാണ ഉത്സവത്തില് മീനാക്ഷിയും ഭഗവാനും നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതും പറയാനുള്ള ഒരു അനുഗ്രഹം ഭഗവാൻ തന്നു, അമ്മ തന്നു. അതുകൊണ്ട് നമുക്കും അനുഗ്രഹത്തിന് ഈ സമയത്ത് അനുഗ്രഹം ചോദിക്കണം എന്നാണ്. അതിനൊരു ചെറിയ സമയത്ത് ഇതിങ്ങനെ പറയുമ്പോൾ കഥ നിർത്തിയിട്ട് എന്താ, ഈ ഓരോ തിരുമണക്കോലം തമിഴ്നാട്ടിൽ ഇത് വളരെ വിശേഷമാണ്. ഓരോടത്തും വന്നിട്ട് അനുഗ്രഹമായിട്ട് നിർത്തും. അവിടെ ഇങ്ങനെ നിർത്തിയിട്ട് പ്രത്യേകിച്ച് ദീപാരാധന കഴിച്ച് ഭഗവാന്റെ അനുഗ്രഹം ചോദിക്കും. നമുക്കും അതുപോലെ ഭഗവാന്റെ അനുഗ്രഹവും വാങ്ങിക്കാൻ ഭഗവാൻ തിരുമണക്കോലത്തില് മീനാക്ഷിയെ വിവാഹത്തിന് മണ്ഡപത്തില് അഗസ്ത്യന്റെ പ്രധാനമായിട്ട് നിന്ന് വരനെ സ്വീകരിക്കുകയാണ്. അഗസ്ത്യൻ പൂർണ്ണ കുംഭം കൊടുത്ത് സന്യാസിയായിരുന്ന ശിവൻ തിരുമണക്കോലത്തിൽ വന്നത് കണ്ട് വളരെ സന്തോഷത്തോടുകൂടി തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ, ഏറ്റവും പ്രിയപ്പെട്ട ഋഷിയാണ് അഗസ്ത്യർ എന്ന് പറയുന്നത്. അഗസ്ത്യർ എന്ത് ചെയ്തു? പൂർണ്ണ കുംഭം കൊടുത്ത് ശിവനെ സ്വീകരിച്ചു. വിവാഹത്തിന്റെ ആ ഒരു വിവാഹ മണ്ഡപത്തിലേക്ക് വിശേഷമായിട്ട് ഒരു സ്വീകരണ ചടങ്ങുകള് ഇല്ലേ കാണാനായിട്ട് മധുര നിവാസികളും ആകാശം മുഴുവനും ആളുകളെ കൊണ്ട്, അതായത് നമുക്ക് കാണാൻ പറ്റാത്ത കിംപുരുഷന്മാര്, ഗന്ധർവന്മാര് ഗാനങ്ങൾ ആലപിക്കണം. എല്ലായിടത്തും ശിവമന്ത്രം, ദേവീ മന്ത്രങ്ങൾ മുഴങ്ങുകയാണ് എല്ലായിടത്തും. വളരെ വളരെ എന്താ പറയാ ഒരു ധന്യമായിട്ടുള്ള മുഹൂർത്തം, ശിവശക്തി സംയോഗം നടക്കാൻ പോവാണ്. വളരെ വിശേഷപ്പെട്ടതായിട്ടുള്ള എല്ലാവരുടെയും ഉള്ളില് വളരെ വളരെ ഒരു പ്രത്യേക തരത്തിലുള്ള സന്തോഷം. അങ്ങനെ ചടങ്ങുകൾ കാണാനായിട്ട് മധുര നിവാസികൾ തടിച്ചുകൂടി. എങ്ങനെയാണോ രാമചന്ദ്രമൂർത്തിയുടെ വിവാഹ സമയത്ത് ജനങ്ങള് രാമനെ എന്താ പറയുക സ്വീകരിച്ചു കൊണ്ടുവരുമ്പോ ഭഗവാന്റെ തോൾ ഭാഗം കണ്ടവര് അത് മാത്രം നോക്കി നിന്നു എന്നാണ്. കാരണം ഏറ്റവും സുന്ദരമൂർത്തിയായിട്ട് നമ്മള് വിവാഹത്തിനല്ല, ഏറ്റവും എന്താ പറയുക ആ ഒരു സൗന്ദര്യത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് രാമനാണ്. രാമനെ എല്ലാരും അങ്ങനെ പറയുന്നത്. ശിവൻ സൗന്ദര്യം അല്ല എന്നല്ല, ആ ഒരു പ്രത്യക്ഷമായിട്ട് വിഷ്ണു അവതാരത്തിൽ വിഷ്ണുവിനെയാണ് അതീവ സുന്ദരനായിട്ട് പറയുന്നത്. പക്ഷെ രാമന്റെ തിരുക്കോലം എന്ന് പറയുന്നത് രാമൻ സൗന്ദര്യത്തിന്റെ, അദ്ദേഹത്തിന്റെ ഓരോ അംഗങ്ങളും സൗന്ദര്യമാണ്. കാരണം അത്രയ്ക്കും എന്താ പറയാ ഒരു കരുണയോടുകൂടിയ ഒരു മുഖവും അതുപോലെയുള്ള ഒരു ദേഹവുമാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ വിവാഹ സമയത്ത് കാണാനായിട്ട് തടിച്ചുകൂടി നിന്നവരെന്ത് ചെയ്തു? കൈ കണ്ടവര് കൈ മാത്രം കണ്ടുകൊണ്ട് നിന്നു. കാരണം വേറെ ഒരിടത്തോട്ടും നോക്കാൻ പറ്റില്ല. അതിൽ നിന്ന് കണ്ണ് പിൻവലിച്ചാലല്ലേ വേറെ കാണുള്ളൂ. അപ്പൊ തോള് നോക്കിയവര് തോള് നോക്കി നിന്നു, കാല് കണ്ടവര് കാല് മാത്രം കണ്ടുകൊണ്ട് നിന്നു, കൈ കണ്ടവര് മാത്രം നിന്നു എന്നൊക്കെ. എന്താ അത്ര സൗന്ദര്യമായിരുന്നു രാമചന്ദ്ര പ്രഭുവിനെന്ന് കമ്പരാമായണത്തിൽ വിശേഷമായിട്ട് പറയണുണ്ട്. അതുപോലെ ഇവിടെ സോമസുന്ദരമൂർത്തിയായ ശിവഭഗവാനെ കണ്ടവര് എന്താ എവിടെ നോക്കും ഭഗവാന്റെ എന്തോ ഒരു ഭംഗി, ഇത്രയും സൗന്ദര്യം. 1000 മന്മഥന്മാരെന്ന് പറഞ്ഞാൽ എന്താ ആ ഒരു ജ്വലിച്ച് നിൽക്കുകയാണ്, ആകർഷണ ശക്തി ഇങ്ങനെ നിൽക്കുകയാണ്. സ്വതവേ ആകർഷണമുള്ള ആ ഒരു മംഗള സ്വരൂപത്തെ ആളുകൾക്ക് കണ്ടിട്ടും ആ ആകർഷണം കൊണ്ട് അവർക്ക് എന്താ ചെയ്യണത്? അവരിങ്ങനെ സ്തബ്ധമായിട്ട് എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പരമസുന്ദരമൂർത്തി, പരമകാരുണ്യമൂർത്തി, കാമേശ്വരമൂർത്തി, പുരുഷ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമായിരിക്കുന്ന ശിവഭഗവാൻ എന്ന് പറഞ്ഞ് ജനങ്ങൾ തൊഴുന്നു, കണ്ണുനീര് വാർക്കുന്നു. എന്താ അവർക്ക് ഇങ്ങനെ കണ്ണുകൊണ്ട് ഒരു വലിയ ദൃശ്യത്തെ കണ്ടതുപോലെ, ഒരു അത്ഭുത ദൃശ്യം, മംഗള ദൃശ്യത്തെ കണ്ടതുപോലെ ഭഗവാനെ ഇങ്ങനെ നോക്കി. പുണ്യം പുണ്യം പുണ്യം, ഇത് മധുരാപുരിയുടെ പുണ്യം എന്ന് പറഞ്ഞ് എന്താ പറയാ അവിടുത്തെ ഋഷിമുനിമാരും അവിടുത്തെ എന്താ പറയാ ആ അമ്പലത്തിൽ ക്ഷേത്രത്തിലെ പൂജാരിയുമെല്ലാം മഹാപുണ്യം, മധുരയുടെ മഹാപുണ്യം എന്ന് പറഞ്ഞ് ഭഗവാൻ നടക്കുന്നിടത്ത് പൂക്കളിട്ട് ഭഗവാന്റെ ഓരോ പാദങ്ങളും പൂക്കളിൽ ചവിട്ടി ആ വരനെ സ്വീകരിക്കുന്ന ആ ഒരു മഹനീയമായ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണുവും ബ്രഹ്മാവിനും എന്താ ശരിക്കും വിഷ്ണുവും ബ്രഹ്മാവും അടുത്തടുത്ത് പോവാണ്. കാരണം പണ്ടൊരിക്കൽ അടി കാണാനും മുടി കാണാനും രണ്ടുപേരും കൂടെ പോയതാണ് ശിവലിംഗത്തിന്റെ. ഒരാൾ അടിയിലോട്ട് പോയി, ഒരാൾ മേളിലോട്ട് പോയി ഇല്ലേ. അന്നം പറന്നു മുകളിലേക്ക്, എന്താ പറയാ താഴോട്ട് പോയി. ബ്രഹ്മാവ് അവസാനം കള്ളം പറയണു, ശിവന്റെ ഒരു ഭാഗം കണ്ടു എന്ന് പറഞ്ഞ് തിരിച്ചു വരികയാണ് കൈതപ്പൂവിനെയും കൊണ്ട്. വിഷ്ണു പറഞ്ഞു കണ്ടില്ല എന്ന്. കള്ളം പറഞ്ഞ ബ്രഹ്മാവിന്റെ ഒരു തല നുള്ളിക്കളയാണ് ശിവൻ. ആ ബ്രഹ്മാവാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നു, ശിവന്റെ സൈഡിൽ കൂടെ അദ്ദേഹം തോഴനായിട്ട് ആ ഒരു ബ്രഹ്മസ്വരൂപം, ആ ഒരു ഇരുന്ന ബ്രഹ്മാവ് ഇപ്പൊ എന്ത് ചെയ്യണു, സുന്ദരനായിട്ട് മധുര മീനാക്ഷിയെ വരിക്കുവാനായിട്ട് വന്ന ആ ഒരു ശിവന്റെ കൂടെ തങ്ങൾ എന്ത് ഭാഗ്യം ചെയ്തവരാണെന്ന് വിചാരിച്ച് രണ്ട് സൈഡിലും നിന്നിട്ട് ഇങ്ങനെ വരികയാണ്. ആ ഒരു പരബ്രഹ്മ സ്വരൂപത്തെ തങ്ങള് ഭാഗ്യം ചെയ്താണോ കണ്ട വിഷ്ണുവും ബ്രഹ്മാവും വിചാരിക്കണം ഈ ഭഗവാനെ അകമ്പടി സേവിക്കാൻ തങ്ങൾ എന്ത് ഭാഗ്യം ചെയ്തു എന്നിങ്ങനെ വിചാരിച്ച് അവര് രണ്ടുപേരും രണ്ട് സൈഡിൽ കൂടെ വരികയാണ്. മീനാക്ഷിയുടെ പുണ്യം എന്താണ്, എന്താ പറയാ ആ ഒരു
പൂമഴയിൽ കുളിച്ച് അദ്ദേഹം വരുന്ന വഴിയിലെല്ലാം തന്നെ പൂമഴ വർഷിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ വിവാഹ മണ്ഡപത്തില് ശിവൻ വന്നു, അദ്ദേഹത്തെ ആ ഒരു മണ്ഡപത്തിൽ കയറ്റി ഇരുത്തി എല്ലാവരും കൂടെ. അടുത്തത് എവിടെയാണ് നമുക്ക് പോവേണ്ടത്? മീനാക്ഷിയുടെ വിവാഹ കോലമാണ് നമുക്ക് കാണേണ്ടത്. മീനാക്ഷി എന്ന് പറയുമ്പോൾ തന്നെ വിവാഹത്തിന്റെ ആ ഒരു ദേവിയുടെ ആ ഒരു രൂപം നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. അത്രയും സൗന്ദര്യമായിട്ടിരിക്കുന്ന ദേവി. ആ വിവാഹ വേഷങ്ങൾ ആരാണ് ദേവി അണിയിച്ചൊരുക്കുന്നതെന്ന് ചോദിച്ചാല് ലക്ഷ്മിയും സരസ്വതിയും രണ്ട് സൈഡിൽ നിന്ന് ദേവിക്ക് എന്താ പറയാ മംഗളസ്വരൂപമായിരിക്കണം. കുണ്ടലങ്ങൾ എടുത്തു കൊടുക്കുന്നു, ഒരാള് തലമുടി ഒരുക്കുന്നു, ഒരാള് കണ്ണാടി പിടിച്ച് കാണിക്കുന്നു, ഒരാള് കൺമഷി എഴുതുന്നു. പരാശക്തിക്ക് എന്തൊക്കെയാണ് ദേവിക്ക് കൊടുക്കേണ്ടതെന്ന് അറിയാതെ വിവാഹ തിരുമണ ആ ഒരു വസ്ത്രങ്ങൾ എടുത്തു വെക്കുന്നു. വേറെ എന്താ പറയാ സപ്തദേവതകൾ, സപ്തർഷി അല്ല സോറി വാഗ്ദേവതകളായിരിക്കുന്ന ദേവിയുടെ ഓരോ അംഗങ്ങളെയും പുകഴ്ത്തുന്ന വാഗ്ദേവതകൾ മാറി നിൽക്കുകയാണ്. ശക്തിഗണങ്ങളെല്ലാം തന്നെ മുറിയിലെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. ഓരോരുത്തരും ഓരോന്ന് പൂമാലകളെ ചെമ്പകം, അശോകം, പുന്നാകം ഇല്ലാത്ത എന്താ പറയാ ജാതി, ചെമ്പക, പുന്നാക പൂക്കളെല്ലാം കെട്ടി അതിവിശേഷമായിട്ടുള്ള മാലകൾ കോർത്ത് ഓരോരുത്തരും തങ്ങളാൽ കഴിവുള്ള ദേവിയെ മംഗല്യ സ്വരൂപത്തിൽ കാണാൻ ദേവിക്ക് അണിയിക്കാനുള്ള സാധനങ്ങളും കൊണ്ട് എല്ലാവരും ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്. ഓരോരുത്തരും തൊട്ടടുത്തിരുന്ന് പറഞ്ഞ ലക്ഷ്മിയും സരസ്വതിയും ദേവിയെ ഒരുക്കുന്നു. അപ്പൊ മീനാക്ഷി എന്ന് പറഞ്ഞാൽ ആ സാക്ഷാൽ ലളിതാ പരമേശ്വരി എന്തൊക്കെ ധരിച്ചിരുന്നോ അതെല്ലാം ദേവി ധരിച്ചിരിക്കുകയാണ്. എന്താണ്? ശിരസിൽ നിന്ന് നമുക്ക് നോക്കാം. ശിരസില് നവരത്ന മകുടം, ചന്ദ്രക്കല, മണികുണ്ടലങ്ങള്, ദേവിയുടെ മണികുണ്ടലങ്ങൾ സൂര്യനും ചന്ദ്രനുമാണ്. അതുപോലെയുള്ള മണികുണ്ടലങ്ങള്, കസ്തൂരി തിലകം, വജ്ര മൂക്കൂത്തി, അധരയാവകം, കണ്ടാഭരണം, നാഗപടത്താലി, പുലിനഖത്താലി, മുത്തുമാലകള്, തോൾ വളകള്, കയ്യില് വലയാവലികള്, കാഞ്ചി ധാമം, സൗന്ദര്യാഭരണം, സൗഭാഗ്യ ആഭരണം, സ്വർണ പാദസരം, മാണിക്യ പാതുകങ്ങള് ഇവ ധരിച്ച് ഇതെല്ലാം ധരിച്ച് നാനാതരത്തിലുള്ള സുഗന്ധ പുഷ്പങ്ങൾ ചൂടി ആ ഒരു ലോകത്തെ മുഴുവനും ഭ്രമിപ്പിക്കുന്ന സാക്ഷാൽ മഹാത്രിപുര സുന്ദരി മീനാക്ഷിയുടെ ആ ഒരു എന്താ പറയാ മണമകൾ കോലം, ഒരു ആ ഒരു വിവാഹ വസ്ത്ര ധരിച്ചു നിൽക്കുന്ന ദേവി ഒന്ന് മനസ്സുകൊണ്ട് നമുക്ക് സങ്കല്പിക്കാം. അമ്മേ, അത്രയും സൗന്ദര്യത്തോട് നിൽക്കുന്ന സാക്ഷാൽ പരാശക്തി മീനാക്ഷി എന്ത് ചെയ്തു? മന്ദം മന്ദം എന്താ ദർപ്പണം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് അവർക്ക്. ദർപ്പണ ദർശനം, കണ്ണാടി കാണിക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഉഴിഞ്ഞിടും. ദേവിയുടെ ഒരു കവിളിൽ ഒരു ചെറിയ കറുത്ത പൊട്ട്, അതായത് ആരും ദേവിയെ കണ്ണു വെക്കരുതെന്ന്. ദേവിയുടെ ഒരു കൺ പാർവ, ദേവിയുടെ ഒരു കൺ കോണ് വീഴാൻ വേണ്ടി പ്രപഞ്ചം മുഴുവനും കാത്തിരിക്കുന്ന ഭഗവതിക്ക് ഈ പറഞ്ഞ ആളുകള് എന്താ അമ്മ അമ്മ എന്ന് വിളിച്ച് നമസ്കരിക്കുന്ന പാദപത്മങ്ങള് ദേവിക്ക് കൺപെടാതിരിക്കാൻ ലക്ഷ്മി ദേവി എന്ത് ചെയ്യുന്നു? ഒരു കറുത്ത പൊട്ട് കവിളില് വലതു ഭാഗത്ത് കറുത്ത പൊട്ട് തൊടുകയാണ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? കണ്ണാടി കാണിക്കണം. ദർപ്പണം, അതായത് അതിനൊക്കെ ഒരുപാട് അന്തരാർത്ഥങ്ങളുണ്ട്. തന്റെ യഥാർത്ഥ സ്വരൂപത്തെ കാണിച്ചു കൊടുക്കണമെന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. തന്ത്രശാസ്ത്രത്തിലെ ദർപ്പണം എന്നുള്ളതിന് തന്നെ ഒരുപാട് അർത്ഥമുണ്ട്. അപ്പൊ ദേവിക്ക് ദർപ്പണത്തെ കാണിച്ചു കൊടുക്കും. സുന്ദരേശ്വരന്റെയും എന്താ പറയാ ആ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള ദേവിയെ എന്ത് ചെയ്തു? അമ്മ കാഞ്ചനമാല വന്ന് ഒഴിഞ്ഞിടുന്നു. എന്താ പറയാ ദീപാരാധന കഴിച്ച് ദേവിക്ക് എല്ലാ ഐശ്വര്യങ്ങളും കൊടുത്ത് ആ ശിരസിൽ കൈവച്ച് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ ആശീർവാദങ്ങളും, മലയധ്വജ പാണ്ഡ്യൻ മുകളിൽ ആകാശത്ത് നിന്ന് ദേവിക്ക് എല്ലാ അനുഗ്രഹങ്ങളും അച്ഛന്റെ സ്ഥാനത്ത് നിന്നും കൊടുക്കുകയാണ്. അങ്ങനെ എന്താ എന്താ പറയാ ഒരു അതിവിശിഷ്ടമായിട്ടുള്ള വിവാഹ മുഹൂർത്തം തിങ്കളാഴ്ച ദിവസം സോമവാര വ്രതം എടുത്ത ദേവി ആ ശിവനുമായിട്ട് ചേരാൻ മംഗല്യ താലി അണിയുന്ന ശുഭമുഹൂർത്തത്തില് ദേവിയെ അവിടെ ഈ പറഞ്ഞ തന്റെ അരമനയിൽ നിന്ന് ദേവിയെ വിവാഹ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകാൻ ലക്ഷ്മിയും സരസ്വതിയും ദേവഗണങ്ങളും ശക്തിഗണങ്ങളും ശ്യാമയും വാരാഹിയും സകലവരും എല്ലാവരും എന്താ പറയാ പല പല വേഷങ്ങളില് ദേവിയുടെ ചുറ്റും അണിനിരന്ന് അമ്മയുടെ കൂടെ ദേവി മന്ദം 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 വിവാഹ മണ്ഡപത്തിലേക്ക് വരികയാണ്. അവിടെ വിവാഹ മണ്ഡപത്തിൽ എത്തിച്ചേർന്നതും സുന്ദരേശ്വരന്റെയും മീനാക്ഷിയുടെയും കണ്ണുകൾ ഒരു നിമിഷ നേരം കൂട്ടിമുട്ടി. ശക്തിയെ പിരിഞ്ഞ ശിവനും ശിവനെ പിരിഞ്ഞ ശക്തിയും അവരുടെ ഭൂമിയിലുള്ള സംഗമത്തെ കുറിക്കുന്ന ശുഭമുഹൂർത്തമാണ് തിങ്കളാഴ്ച ദിവസം. വളരെ വളരെ വിശേഷപ്പെട്ട, അതായത് നമ്മളെ പോലെയുള്ള ഉപാസകർക്ക്, ദേവി ഉപാസകർക്ക് എല്ലാം തന്നെ വളരെ മംഗളം നൽകുന്ന ഒരു ദൃശ്യമായിരിക്കട്ടെ ഇത്. രണ്ടുപേരും തമ്മിൽ നമ്മളും എന്താ പറയാ ഓരോ ജീവനും ഓരോ ജീവാത്മാവും തന്റെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഏത് ശിവനെയാണോ ഏത് മംഗള സ്വരൂപത്തിനെയാണോ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്, ചേരാൻ ആഗ്രഹിക്കുന്നത്, പരാശക്തിയിലൂടെ ആ ഒരു മംഗള സ്വരൂപത്തെ നമുക്ക് മീനാക്ഷി എന്നുള്ള ഒരു ജീവാത്മാവ്, ഭൂമിയിൽ ജനിച്ചവരെല്ലാം ജീവനുകളാണ്, പരമാത്മാവായിരിക്കുന്ന ആ ശിവനുമായിട്ടുള്ള രണ്ടുപേരുടെയും സംയോഗം, രണ്ടുപേരും തമ്മിൽ ആ കണ്ണുകൾ കൂട്ടുമുട്ടി അവര് ആ ഒരു ഐക്യത്തിന് വേണ്ടി, ആ ഒരു പരസ്പര ആകർഷണം എല്ലാവർക്കും
എല്ലാവർക്കും തന്റെ ധാമത്തെ പിരിഞ്ഞ് ഒരു ജീവൻ തന്റെ സ്വധാമത്തിൽ നിന്ന് ജീവന്റെ ഏത് വേഷമെടുത്താലും എന്താ മനുഷ്യനാകട്ടെ മൃഗങ്ങളാകട്ടെ ഏതെടുത്താലും തിരിച്ചു പോക്കെന്നുള്ളത് അനിവാര്യമാണ്. അതുപോലെ ഏത് ജീവനും തിരിച്ച് ശിവനില് ലയിക്കുന്നതാണ്. അത് നമ്മളെ സംബന്ധിച്ച് അച്ഛനമ്മമാരാണ് അവര്. ഓരോ ജീവന്റെയും അമ്മയിൽ ചേർന്ന് അമ്മ അച്ഛനിൽ കൊണ്ട് എത്തിക്കുന്നതാണ് നമ്മുടെയും എല്ലാം ആ ഒരു ഉപാസനയുടെ പരമമായിട്ടുള്ള ലക്ഷ്യം. അതുപോലെ ആ ഒരു വിവാഹം എന്ന് പറയുന്നത് ജീവ ബ്രഹ്മം ഐക്യമാണെന്ന് തന്നെ നമ്മൾ കാണണം. അല്ലാതെ ഈ പറഞ്ഞ അത് ശരിക്കും നല്ല ഒരു ദൃശ്യമാണ് പുറത്ത് നടന്നതെങ്കിലും ഉള്ളില് ഉപാസകനെ സംബന്ധിച്ച് 9 ഭഗവാൻ സോമവാരം 8 ദിവസം 9ാമത്തെ ദിവസം വരിക എന്ന് പറയുമ്പോൾ കൈലാസ ദർശനം എന്നാണ് അതിനർത്ഥം. ആ ഒരു ഷടാധാരങ്ങളെ ഭേദിച്ച് 3 ചക്രങ്ങളെ അതിക്രമിച്ച് ബിന്ദു സ്വരൂപത്തിലിരിക്കുന്ന ശിവനുമായിട്ട് പരാശക്തിയുടെ ചേർച്ച. അപ്പോ വിവാഹ ചടങ്ങുകൾ ആ ഒരു മണ്ഡപത്തിൽ ദേവി എത്തി. എന്താ പറയാ, വിവാഹം കാണാൻ വന്ന എല്ലാവരും തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ സ്തബ്ധരായിട്ട്, ഇത്രയും സൗന്ദര്യമുള്ള ദേവിയും ഇത്രയും സൗന്ദര്യമുള്ള ശിവഭഗവാനും എങ്ങനെയാണിത്, ഞങ്ങള് ഈ ദൃശ്യം മറയാതിരിക്കട്ടെ ഓരോരുത്തരും മനസ്സിൽ വിചാരിക്കണം, ഈശ്വര ഇത് ഒരിക്കലും എന്റെ ആ ഒരു മനോമുഖരത്തിൽ നിന്ന് ഈ ശിവശക്തികള് ഒരിക്കലും മായാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും വീണ്ടും വീണ്ടും കണ്ണുകൊണ്ട് ഒപ്പിയെടുക്കാന്ന് പറയില്ലേ, അതുപോലെ എല്ലാവരും ഇങ്ങനെ രണ്ടുപേരെയും ദേവി വന്ന് ആ ഭഗവാന്റെ ഇടതു ഭാഗത്ത് ഇരിക്കുകയാണ്. രണ്ടുപേരെ നോക്കി വിവാഹ ചടങ്ങുകൾ പോലും താമസിക്കുമോ എന്നുള്ള മട്ടിൽ എന്ത് ചെയ്തു, അത്രയ്ക്ക് എല്ലാവരും എന്താ പറയാ കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു തിരു സ്വരൂപം രണ്ടുപേരുടെയും വിവാഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു. അപ്പൊ ആദ്യം അവിടൊക്കെ ഈ പറഞ്ഞ ബ്രാഹ്മണരുടേതുപോലെ കാശി യാത്രയുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ചടങ്ങുകളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് മംഗല്യത്താലി ചാർത്തുന്നത്. അപ്പൊ ശിവൻ കാശി യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അപ്പൊ മഹാവിഷ്ണു ചോദിക്കുകയാണ്, സ്വാമി അങ്ങ് എന്തിനാണ് കാശിക്ക് പോകുന്നത്? അവിടെ ചെന്നാൽ ആരാ ഉള്ളത്? കാശിയിൽ അങ്ങല്ലേ ഇരിക്കുന്നത്. കാശി വിശ്വനാഥൻ ഇങ്ങനെ കുറെ കഥകൾ നീലകണ്ഠ ദീക്ഷിതർ പറയുന്നുണ്ട്. അവിടുത്തെ അന്നപൂർണയും വിശാലാക്ഷിയും ഇതാ മീനാക്ഷിയായിട്ട് ഇരിക്കുകയല്ലേ, അതുകൊണ്ട് മീനാക്ഷിയെ വിവാഹം ചെയ്യൂ, കാശിക്ക് പോണ്ട. ഒരു തമാശയായിട്ട് വിഷ്ണു കൈപിടിച്ച് തിരിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള വിവാഹ ചടങ്ങുകൾ കുറെ കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. മീനാക്ഷിയെ വിവാഹം ചെയ്ത് നിങ്ങൾ കാശിക്കോ രാമേശ്വരത്തോ എവിടെ വേണമെങ്കിലും പോവോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു തമാശ പറയണു. ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും അവിടെ പരദേവതയായിട്ട് എന്റെ സഹോദരി മീനാക്ഷിയാണ് ഇരിക്കണമെന്ന് വിഷ്ണു പറയുകയാണ്. അപ്പൊ ആ മഹാവിഷ്ണു ശിവനെ തിരിച്ചു കൊണ്ടുവന്ന് എന്ത് ചെയ്തു, വീണ്ടും അവിടെ ഇരുത്തുകയാണ് കല്യാണ മണ്ഡപത്തില്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പോ മീനാക്ഷിയാണ് അന്നപൂർണ, മീനാക്ഷിയാണ് ശിവ, പാർവതി എല്ലാം ഒന്ന് തന്നെ. അങ്ങനെ മീനാക്ഷി സുന്ദരേശ്വരന്മാരുടെ വിവാഹം ആദ്യത്തെ ചടങ്ങായിട്ടുള്ള മാലകൾ തമ്മിൽ മാറ്റുകയാണ്. അവര് മാലകൾ മാറ്റി ഊഞ്ഞാലാടി സ്വാമിയും ദേവിയും കൂടെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ദേവസ്ത്രീകൾ വന്നു ഊഞ്ഞാലാടുമ്പോ പാലും പഴവും കൊടുക്കുകയാണ് അല്ലെ, പട്ടുകൊണ്ട് തുടച്ച് എന്ത് ചെയ്തു, മണിത്തേങ്ങ കയ്യിൽ കൊടുത്ത്, അവിടെ തേങ്ങ ഉരുട്ടുക എന്നൊരു ചടങ്ങുണ്ട് അവർക്ക്, മണിത്തേങ്ങ കയ്യിൽ കൊടുത്ത് മഞ്ഞളും വെള്ളവും, മഞ്ഞള് ചേർന്ന വെള്ളം ഒഴിഞ്ഞ് ലളിതാ കാമേശ്വര കല്യാണത്തിന്റെ ഉത്സവത്തിന് എന്ത് ചെയ്തു, 4 വേദങ്ങൾ വന്നു നിന്നാണ് നടത്തി എന്ന് പറയുന്നത്. അതുപോലെ 4 വേദങ്ങൾ എന്ത് ചെയ്തു, ദേവിക്ക് എന്താ പറയാ സദാശിവനാകുന്ന മഞ്ചത്തില് 4 ചങ്ങലകളായി മാറിയെന്നാണ്. ഒരു മഞ്ചത്തിന് ഈ തൂക്കുമഞ്ചി എന്ന് പറയും, ഇങ്ങനെ ആടുന്ന കട്ടില്, അതിന് 4 ചങ്ങലകൾ വേണം. ഈ പറയുന്ന ഈ ദേവി കാമേശ്വര മീനാക്ഷിയും സുന്ദരേശ്വരനും ഇരുന്ന് ആടിക്കൊണ്ടിരുന്ന തൂക്കുമഞ്ചിയുടെ 4 ചങ്ങലകൾ 4 വേദങ്ങളായിരുന്നു. സദാശിവൻ പലകയായിരുന്നു എന്ന് പറയണു. അപ്പോ എന്താ പറയാ പഞ്ചപ്രേത പഞ്ചപ്രേതമാകുന്ന മഹാ ഊഞ്ഞാലില് ഇവർ ആടിയെന്നും, അതുപോലെ എന്താ ഇവിടെ പഞ്ചപ്രേത മഞ്ചത്തിൽ ദേവി ഇരിക്കുന്ന പോലെ പഞ്ചപ്രേത ഊഞ്ഞാല്, സദാശിവൻ പലക, 4 ചങ്ങലകൾ, 4 വേദം, അതിന്റെ താഴെ ഇവര് 4 പേരും ഇരിക്കുന്നു, ബ്രഹ്മാവിഷ്ണു ത്രിമൂർത്തികൾ ഇരിക്കുന്നു. അങ്ങനെ എന്താ പറയാ ചങ്ങലയിൽ പിടിച്ച മഹാകാമേശ്വരിയും സുന്ദരേശ്വരനും മീനാക്ഷിയുമായിട്ട് ഊഞ്ഞാലാടുകയാണ്. ലക്ഷ്മിയും സരസ്വതിയും അപ്പുറവും ഇപ്പുറവും നിന്ന് ചാമരം വീശുകയാണ്. അപ്പൊ മാല മാറ്റി എന്ത് ചെയ്തു, ഊഞ്ഞാലാടി ദേവിക്ക് മാറാനായിട്ട് പുതിയ പട്ടുവസ്ത്രങ്ങൾ കൊടുക്കും. ഓരോ ചടങ്ങുകളുണ്ട് അവരുടെ ഇടയിൽ. മാറി വരാൻ പറയണം. പുതിയ പട്ടുസാരി, ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചുമന്ന പട്ടുസാരി, ആശ്ചര്യമായിട്ട് എന്താ പറയാ ആ ഒരു പട്ടുസാരി ആശ്ചര്യം എന്ന് പറയാൻ കാരണം ഇതുവരെ ഇങ്ങനെ ഒരു സാരി ആരും കണ്ടിട്ടില്ല. അത്രയ്ക്ക് എന്താ പറയാ ഒരു സോഫ്റ്റ് ആയിരിക്കുന്ന ഹംസ തൂവലുകൾ പോലെയുള്ള ചുമന്ന നിറത്തിലുള്ള പട്ടുസാരി ദേവിക്ക് കൊടുത്തു. ദേവി അത് മാറി ഒരു ആശ്ചര്യ സ്വരൂപത്തില് ചുവന്ന പട്ടുടുത്ത് ജ്വലിക്കുന്ന സൗന്ദര്യത്തോടു കൂടി മീനാക്ഷി എന്ത് ചെയ്തു, മഹാവിഷ്ണു കൈപിടിച്ച് കൊണ്ടുവരികയാണ് സുന്ദരേശ്വരന് നൽകാനായിട്ട്.
ആ ഒരു അത്യത്ഭുതകരമായിട്ടുള്ള എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്ന ഒരു സുമുഹൂർത്തം ഭഗവാൻ എന്ത് ചെയ്തു? ദേവി മീനാക്ഷിയെ കൈ പിടിച്ച് സുന്ദരേശ്വരന് കൊടുക്കുകയാണ്. എന്താ പറയാ, ശിവൻ എന്ത് ചെയ്തു? മംഗല്യ താലി കഴുത്തിൽ അണിയിച്ച് ദേവിയെ നിത്യ സുമംഗലിയാക്കി മാറ്റി. മംഗളങ്ങള് എന്ന് വെച്ചാൽ മംഗള സ്വരൂപിണിയായിരിക്കുന്ന ഭഗവതി ചുമന്ന പട്ടുസാരി ഉടുത്ത് അതീവ സുന്ദരിയായിരിക്കുന്ന ദേവിക്ക്, മഹാവിഷ്ണുവിന്റെ കൈപിടിച്ചു വന്ന ദേവിക്ക് ശിവൻ മംഗല്യ താലി ചാർത്തി എന്നാണ്. അതായത് മംഗള മുഹൂർത്തം. അതായത് ദേവിക്ക് താലി ചാർത്തിയ മുഹൂർത്തം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സുമംഗള മുഹൂർത്തം. എല്ലാവരും സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. എല്ലാ മംഗളങ്ങൾക്കും മംഗളമായിട്ടിരിക്കുന്ന അല്ലയോ ഭഗവതി, മംഗല്യം നിന്നെ കണ്ടാൽ മംഗല്യം, കേട്ടാ മംഗല്യം, എന്താ പറയുക, വിചാരിച്ചാൽ മംഗളം, എല്ലാം മംഗള സ്വരൂപിണിയായിരിക്കണ അല്ലയോ ഭഗവതി, അനുഗ്രഹിച്ചാലും നമോസ്തുതേ എന്ന് പറഞ്ഞ് എന്താ പറയാ, ആ സുന്ദരേശ്വരൻ അണിയിച്ച മംഗല്യ താലി ആ ഒരു സുമുഹൂർത്തത്തില് പ്രപഞ്ചം മുഴുവനും മംഗളധ്വനികൾ ഉയർന്നു. എന്താ, ശംഖുനാഥം, വാദ്യഘോഷങ്ങള്, പുഷ്പവൃഷ്ടി, എങ്ങും ഐശ്വര്യം, സന്തോഷം, മംഗള വസ്തുക്കളും മാത്രം. പ്രപഞ്ചം പോലും സുഗന്ധം നിറഞ്ഞ ഒരു മന്ദമാരുതനാൽ നിറഞ്ഞു. കാമേശ്വര ബദ്ധമാംഗല്യ സൂത്രശോഭിത ഗന്ധരായേ നമഃ. ആ കാമേശ്വരന്റെ മംഗല്യ താലി അണിഞ്ഞ ദേവി 1000 സൂര്യചന്ദ്ര ഉദിച്ചതുപോലെ, തന്റെ ശിരസില് ആ ഒരു 1000 ചന്ദ്രന്മാരെ വഹിച്ചതുപോലെ ആ ഒരു നവമണി മുകുടം വെച്ച് അതീവ സുന്ദരിയായിട്ട് ദേവി തിരുമംഗല്യം, ആ ഒരു തിരുമംഗല്യം ചാർത്തിയ ദേവിയെ വീണ്ടും വീണ്ടും നമുക്ക് ഓരോരുത്തർക്കും കാലിൽ വീണ് നമസ്കരിക്കാം. അമ്മ ഭഗവതി, ഞങ്ങൾക്കും മംഗളങ്ങളെ തരൂ അമ്മ എന്ന് പറഞ്ഞ് സുന്ദരേശ്വരന്റെയും ദേവിയുടെയും പാദപത്മങ്ങൾ 1 മിനിറ്റ് നമുക്കും നമസ്കരിക്കാം. എല്ലാവർക്കും ദേവി അനുഗ്രഹദാത്രിയായി തീരട്ടെ. മംഗളെ മംഗളാധാരേ മാംഗല്യേ മംഗളപ്രദേ മംഗളാർത്ഥം മംഗളേശി മാംഗല്യം ദേഹിമേ സദാ. നമ്മൾ ഓരോരുത്തർക്കും ഇത് കേൾക്കുന്നതും പറയുന്നതും നമുക്ക് എല്ലാവർക്കും ദേവി മംഗളസ്വരൂപിണിയായ അമ്മേ, മംഗളത്തിന്റെ ആധാരമായിരിക്കുന്നവളെ, മാംഗല്യേ മംഗളപ്രദേ മംഗളം പ്രദാനം ചെയ്യുന്ന അല്ലയോ ഭഗവതി, മംഗളാർത്ഥം ഞങ്ങൾക്കും മംഗളങ്ങളെ തരൂ അമ്മേ. മംഗളേശി ഈശ്വരന്റെ ഭാര്യയായിട്ടിരിക്കുന്ന അല്ലയോ ഭഗവതി, മാംഗല്യം ദേഹിമേ സദാ, എനിക്ക് മാംഗല്യം തന്നാലും എനിക്കും എന്റെ ദേവിയെ എന്റെ ഭഗവാന്റെ അടുത്ത് എത്തിക്കാൻ പറ്റട്ടെ. ഓരോ ഉപാസകന്റെയും മനോകാമനകളെല്ലാം പൂർത്തീകരിക്കട്ടെ. മാംഗല്യം തന്തുനാനീന ജഗത് ജീവന ഹേതുന കണ്ടേ ബദ്നാമി ശുഭകേ ത്വം ജീവ ശരദശതം. അവിടെ എന്താ പറയണത്? ത്വം ജീവ ശരദശതം. ദേവി എന്തിനാണ് മംഗല്യത്താലി ഭഗവാൻ കഴുത്തിൽ കെട്ടിയത്? എന്താ മമ ജീവന ഹേതുന എന്ന് നമ്മൾ പറയുന്നത്? ദേവിക്ക് എന്താണ്? ജഗത് ജീവന ഹേതുന. ഈ ജഗത്തിനെ, ഈ ജഗത്തിന്റെ ജീവനായിരിക്കുന്ന, ഈ ജഗത്തുണ്ടാകാൻ കാരണഭൂതിയായിരിക്കുന്ന പരമേശ്വരനും പരമേശ്വരിയും, ഈ ജഗത്തിലെല്ലാം മംഗളമായിട്ടിരിക്കുന്ന പരമേശ്വരി, ഇതാ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് ഈ മമ ജീവൻ എന്ന് പറഞ്ഞില്ല, ഒരു വ്യക്തി ജീവൻ അല്ല, അവിടെ ജഗത്തിന്റെ ജീവനായിട്ടിരിക്കുന്ന ഈ കാണപ്പെടുന്ന സൃഷ്ട പ്രപഞ്ചത്തിന്റെ എല്ലാത്തിന്റെയും ഹേതുവായിരിക്കണ അല്ലയോ പരമേശ്വര, അവിടുന്ന് എന്ത് ചെയ്യുന്നു? ജഗദീശ്വരിയായിരിക്കുന്ന എല്ലാത്തിന്റെയും അമ്മയായിരിക്കണ ഭഗവതിയുടെ കഴുത്തില് നിത്യ മംഗല്യ താലി അണിയിക്കുകയാണ്. നിങ്ങള് ഈ സ്വരൂപത്തിൽ ഇരുന്നാൽ മാത്രമേ ഇന്ന് പ്രപഞ്ചമുള്ളൂ. ആ ഒരു എന്താ പറയാ, ശിവശക്തി ഐക്യം നമ്മൾ കണ്ടു. ചിന്താമണി ഗൃഹത്തില് ദേവി എവിടെ ആ ഒരു അഗ്നികോണില് നിത്യ ഹോതാക്കളായിരിക്കണ കാമേശ്വരനും കാമേശ്വരിയും അവരവിടെ ഹോമത്തില് ഇരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും തിരോധാനവും അനുഗ്രഹവും എല്ലാം തന്നെ നടക്കുന്നത് അല്ലെ. അതിന് കാരണക്കാരായിരിക്കുന്ന ആ ഒരു നമുക്കും ജ്ഞാന വൈരാഗ്യ സിദ്ധാർത്ഥ്യം ഭിക്ഷാം ദേഹീച പാർവതി. അമ്മ നമുക്കും ഭിക്ഷ ചോദിക്കാം. അമ്മ ഈ മംഗള സ്വരൂപമായിട്ടിരിക്കുന്ന അമ്മ ഞങ്ങൾക്ക് ഭിക്ഷ തരൂ, ഞങ്ങളുടെ മനോകാമനകളെ പൂർത്തീകരിക്കൂ. ഞങ്ങൾക്ക് അമ്മയുമായിട്ട് ഈ ദേഹിക്ക് എന്നെങ്കിലും ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ അമ്മയുടെ അടുത്ത് വരാൻ പറ്റട്ടെ. അമ്മയും അച്ഛനുമായിരിക്കുന്ന ശിവശക്തി ഐക്യം ഞങ്ങളിൽ ഉണ്ടാവട്ടെ, അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഇതൊരു മംഗള മുഹൂർത്തമാണ്. ഇതെല്ലാവർക്കും പറഞ്ഞു കേൾക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഉപാസകരായിട്ടുള്ള നമ്മൾ പറയുമ്പോൾ അതിന് 1000 മടങ്ങ് ഐശ്വര്യമാണ്. അപ്പോ എന്താ പറയേണ്ടത്? ലോകത്തിന് മുഴുവനും എന്താണ് അമ്മ? അമ്മയാണ് അമ്മ, അച്ഛൻ ഭഗവാനാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ അണിയിക്കുന്ന മംഗളസൂത്രത്തെ ധരിച്ച് ലോകത്തിന് മുഴുവനും മംഗളം പ്രദാനം ചെയ്യണമെന്ന് ശിവൻ ദേവിയോട് പറയുന്നു. ദേവി അതനുസരിച്ച് തലകുനിഞ്ഞ് ഭഗവാന്റെ ആജ്ഞ ശിരസാ വഹിച്ച് എങ്ങനെയാണോ
എന്താ പറയുക, ലോകത്തിന് മുഴുവനും മംഗളസ്വരൂപമായിരിക്കണ മീനാക്ഷി സുന്ദരേശ്വര വിവാഹം അതിമംഗളമായിട്ട് നമുക്ക് പറയാനും കേൾക്കാനും അമ്മയുടെ അടുത്ത് അനുഗ്രഹം വാങ്ങിക്കാനും കഴിഞ്ഞു. ഏതോ ജന്മത്തെ, എത്രയോ ജന്മത്തെ പുണ്യമായിരിക്കണം ഇത് കേൾക്കാൻ. അമ്മയുടെ പാദപത്മങ്ങളിൽ നമുക്ക് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിക്കാം. ആ ഒരു മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ ജഗത് മാതാപിതാക്കളെ വന്ദിച്ച് അതീവ സന്തുഷ്ടരായിട്ട് മഹാവിഷ്ണു ലാജഹോമം ചെയ്തു എന്നാണ്. ലാജഹോമം എന്ന് പറഞ്ഞാൽ സന്തതി പരമ്പരകൾ ഉണ്ടാക്കുന്ന പൊരിയിട്ട ഹോമം എന്ന് പറയും. അവിടെ എന്താ പറയാ, ആ ഒരു ഹോമം ഭഗവാൻ നടത്തിയെന്നും ദേവിയെ കൊണ്ട് അമ്മി മെതിക്കുക സാധാരണ സ്ത്രീകൾ ചെയ്യും പോലെ ദേവിയുടെ കാല് 7 സപ്തപതി നടത്തി ആ ഒരു വിവാഹത്തിൽ ധാർമ്മികമായിട്ട് ഒരു പുരുഷന്റെ ഭാര്യയായിട്ട് ധർമ്മപത്നിയായിട്ട് അതിന് 7 പദം വെച്ചിട്ട്, നമ്മൾ അന്ന് സീതയുടെ കല്യാണത്തിന് നമ്മൾ കണ്ടു 7 പദം 7 അർത്ഥങ്ങൾ കൊടുക്കണു. അവനെ ധർമ്മത്തിൽ നയിപ്പിക്കാൻ, ഒരു പുരുഷന്റെ എല്ലാത്തിന്റെ എന്താ പറയാ ഉയർച്ചയ്ക്ക്, എല്ലാ വിധത്തിലുള്ള ഉയർച്ചയ്ക്കും സ്ത്രീയാണ് കാരണം. ആ സ്ത്രീ എന്റെ ഇടത് ഭാഗമായിട്ടിരുന്ന് എല്ലാത്തിനും ചെയ്യിപ്പിക്കാം. 7 പദത്തിലും 7 ജന്മത്തിലും നമ്മൾ ഭാര്യാഭർത്താക്കന്മാരെ എത്തിക്കാം, ഈ പ്രപഞ്ചത്തിന് ഐശ്വര്യം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ശിവൻ ദേവിയുടെ പാദം പിടിക്കുകയാണ്. ആ പാദത്തിൽ 7 പാദം വെച്ചിട്ട് അമ്മിക്കല്ലിൽ വെച്ച് അരുന്ധതിയെ ദർശിക്കുക. നമുക്കറിയാം അരുന്ധതിയെ ദർശനം എന്ന് പറഞ്ഞാൽ എന്താ എന്താ പറയാ, ഒരു പാതിവൃത്യത്തിന്റെ സ്വരൂപമാണ് അരുന്ധതി ദേവി. അപ്പൊ അരുന്ധതിയെ കണ്ട് കാലിൽ മിഞ്ചി അണിയിക്കുകയാണ് ഭഗവാൻ. ദേവി അമ്മിയിൽ വെച്ച് എന്താ പറയാ അരുന്ധതിയെ ദർശിച്ച് മിഞ്ചി അണിയിച്ചു. അതായത് സുമംഗലികളുടെ ലക്ഷണമായിട്ട് തന്റെ 2ാമത്തെ വിരലില് സ്വർണ്ണ പാദസനമിട്ട ആ കാലുകളിൽ ഭഗവാൻ എന്ത് ചെയ്തു, മിഞ്ചി അണിയിച്ചു. ഭഗവാൻ ആ ശിവഭഗവാൻ ഒരിക്കൽ കൂടെ പിടിച്ചു. അപ്പൊ ഭഗവാൻ ഉള്ളില് പറയുകയാണെന്നത് നീലകണ്ഠ ദീക്ഷിതര് പറയാണ്, ഈ പാദത്തിൽ ഞാൻ വീണ്ടും വീണ്ടും ജന്മങ്ങളായിട്ട് പിടിക്കാൻ തയ്യാറാണ്. എന്റെ ഭാര്യയുടെ പാദങ്ങള് എനിക്ക് വളരെ എന്താ പറയാ വളരെ പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞ് ഭഗവാൻ സന്തോഷത്തോടുകൂടി ദേവിയുടെ പാദങ്ങളെ പിടിച്ചു എന്നാ പറയുന്നത് ആ ഒരു വർണ്ണന. അപ്പൊ അങ്ങനെ പഞ്ചപ്രേത മഞ്ചത്തിലാണ് തന്റെ 2 പാദങ്ങൾ മടിച്ചു വെച്ച് ജഗദംബികയായിട്ട് ഈ ജഗത്തിനെ പഞ്ചകൃത്യങ്ങളിലൂടെ പരിപാലിക്കുന്ന ഭഗവതി ദേവി, ത്രാടനം ചെയ്യുന്ന ദേവി എന്ത് ചെയ്യുന്നു, അങ്ങനെ മീനാക്ഷി സുന്ദരി ദേവി ഇപ്പൊ വിവാഹിതയായിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്ത്, തന്റെയും തന്റെ ഭർത്താവിന്റെയും രൂപം എല്ലാവർക്കും കാണിച്ച് അനുഗ്രഹം കൊടുത്ത് മീനാക്ഷി സുന്ദരേശ്വര വിവാഹ വൈഭോഗം അതിഗംഭീരമായിട്ട് മംഗളമായിട്ട് നടന്നു. പരമശിവൻ സുന്ദരപാണ്ഡ്യ മന്നനായിട്ട് എന്ത് ചെയ്തു, മീനാക്ഷിയോട് ചേർന്നിരുന്ന് മധുരാപുരിയും പാണ്ഡ്യദേശവും എല്ലാം ഭംഗിയായിട്ട് ഭരിച്ചു. അപ്പൊ അവിടെ എല്ലാവരും കഴിഞ്ഞ് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം നടക്കുകയാണ്. കാരണം എല്ലാവരും വിവാഹം കഴിഞ്ഞിട്ടാണല്ലോ ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു ചടങ്ങുണ്ട്. എല്ലാവരെയും നമ്മൾ ഭക്ഷണത്തിന് ക്ഷണിക്കാറുണ്ടല്ലേ. അതുപോലെ ഇവിടെ വന്നവരെ എല്ലാം ഭക്ഷണത്തിന് ക്ഷണിക്കുകയാണ്. അപ്പം ശിവൻ ദേവിയും വന്നിരിക്കും. അവര് രണ്ടുപേരും ഇരുന്നതിന് ശേഷമാണ് എല്ലാവരും ഭക്ഷണത്തിന് വന്നിരിക്കുന്നത്. അപ്പൊ കല്യാണത്തിന് വന്നിട്ടുള്ള എല്ലാ രാജാക്കന്മാര്, മഹർഷിമാര് എല്ലാവരും എന്ത് ചെയ്തു, ഹേമപത്മിനി എന്ന് പറയുന്ന നദിയിൽ കുളി കഴിഞ്ഞ് ഹാലാസ്യ ഭഗവാനെ വണങ്ങി മീനാക്ഷി ഭഗവതിയെ നമസ്കരിച്ച് ഭോജനശാലയിലെത്തി. എല്ലാരും ഉണ്ണാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു. അപ്പോ പതഞ്ജലി മഹർഷിക്ക് ഒരു ആഗ്രഹം ഭഗവാനോട് പറയാണ്, അല്ലയോ സുന്ദരേശ്വര, അങ്ങ് എത്രയോ സന്തോഷവാനായിട്ട് ഇന്ന് ഇരിക്കുകയാണ്. അങ്ങ് മീനാക്ഷി ഭഗവതിയുമായിട്ട് ഇന്ന് വിവാഹം കഴിഞ്ഞ ദിവസമല്ലേ, ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, അങ്ങയുടെ ഒരു നടനം കാണണം. പണ്ട് നടനം ചെയ്തതാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത്, ഇപ്പൊ വീണ്ടും നടനം കാണണം എന്ന് പറയാണ്. അങ്ങ് ദക്ഷിണാമൂർത്തിയായിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത്, അങ്ങയുടെ ഈ മംഗള സ്വരൂപത്തിൽ ഞങ്ങൾക്കൊരു നടനം കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോ ഭഗവാൻ പതഞ്ജലിയോട് പറഞ്ഞു, ഈ ഹാലാസ്യ ക്ഷേത്രം എന്ന് പറയുന്നത് വിശ്വബ്രഹ്മത്തിന്റെ ദ്വാദശാന്ത്യ സ്ഥാനമാണ്. അതായത് ഞാൻ ചിദംബരത്തിലാണ് സാധാരണ നടനം ചെയ്യുന്നത്. ചിദംബരം എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ ഹൃദയാകാശ സ്ഥാനമാണ്. നമുക്കറിയാം നമ്മുടെ ഹൃദയാകാശം എന്ന് പറയുന്നത് ഹൃദയപത്മം, അഷ്ടദള പത്മം, ദ്വാദശാന്ത്യം എന്ന് പറഞ്ഞ സഹസ്രാരത്തില് ബിന്ദു, ബൈന്ദവസ്ഥാനം, മഹാബൈന്ദവസ്ഥാനം, അതാണ് ദ്വാദശാന്ത്യം. അപ്പൊ ഈ ഹാലാസ്യം ദ്വാദശാന്ത്യമാണ്. അപ്പോ ചിദംബരം ഹൃദയാകാശമാണെങ്കിൽ ഈ ഭഗവാൻ തന്നെ പറയാണ്, ഈ ഹാലാസ്യം എന്ന് പറയുന്ന മധുര ക്ഷേത്രം എന്താണ്, അത് ദ്വാദശാന്ത്യമാണ്. ഇവിടെ ഈ പറഞ്ഞ, അതായത് വിശ്വത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും ആ ഒരു ദ്വാദശാന്ത്യ സ്ഥാനമാണ്. ഇതൊരു ശ്രേഷ്ഠമാണ്, വളരെ ശ്രേഷ്ഠമായ സ്ഥലമാണ്. ഈ ഹാലാസ്യത്തിൽ വെച്ച് ഞാൻ എന്റെ പരമഭക്തനായ പതഞ്ജലിക്ക് ഞാൻ എന്ത് ചെയ്യാം, എന്റെ താണ്ഡവ നൃത്തം കാണിച്ചു തരാം. വളരെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഭഗവാൻ എന്ത് ചോദിച്ചാലും ചെയ്യും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും അത് മഹത്തരമാണ്, എന്ത് ചെയ്യും, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് എന്ത് ചെയ്തു, നടനത്തിന്റെ ചിഹ്നങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് വരികയാണ്.
നടനം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എന്താ നമുക്കറിയാം, തൂൺകളകളും അതും ഇതുമൊക്കെ ആ സുന്ദരേശ്വരന്റെ വേഷത്തിൽ നിന്ന് അപ്പോഴും സുന്ദരനായിട്ട് തന്നെ എന്താ പറയാ നടന വേഷം ധരിച്ച് ഭഗവാൻ വന്നു. എന്ത് ചെയ്തു? ദേവിയുടെ സാന്നിധ്യത്തിൽ ദേവിയുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നു, ഞാനിത് നടനം ചെയ്യാൻ പോണു, ദേവി എന്റെ കൂടെ മനസ്സുകൊണ്ട് വരൂ എന്ന് പറയും പോലെ തോന്നി. ദേവിയുടെ കണ്ണുകൊണ്ട്, ദേവിയുടെ ആജ്ഞ, ഓ ശരി എന്ന് പറയില്ലേ കണ്ണുകൊണ്ട്, അതുപോലെ ദേവി കണ്ണുകൊണ്ട് ശരിയെന്ന് അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു. പണ്ട് കൈലാസത്ത് നടന്ന ഒരു താണ്ഡവം, എല്ലാ പരാശക്തി ഭൂമിയിൽ വന്നു, ദേവിയുടെ മനസ്സിൽ ഒരു ചിരി വരുന്നുണ്ട്, പക്ഷെ ഇനി ഞാൻ വരുന്നില്ല, അങ്ങ് ചെയ്യൂ എന്ന് പറഞ്ഞ് കണ്ണുകൊണ്ട് അനുവാദം കൊടുക്കണു. എന്ത് ചെയ്തു? ആ ഒരു ഭഗവാന്റെ എന്താ പറയാ വിശിഷ്ടമായിട്ടുള്ള നടനം അവിടെ തുടങ്ങി ദേവി. ആ നർത്തനം കണ്ട് പതഞ്ജലി, വ്യാഘ്രപാദ മഹർഷികള് അവര് പുളകിതരായിട്ട് എന്ത് ചെയ്തു? ആനന്ദാശ്രുക്കൾ പൊഴിച്ച് വീണ് 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 നമസ്കരിക്കണം. അയ്യോ ഭഗവാനെ, ഇത്രയും കരുണാമൂർത്തിയാണോ? ഭക്തന്റെ ആഗ്രഹത്തെ നിറവേറ്റാൻ ഭഗവാൻ തന്റെ വിവാഹ ദിവസം തന്നെ നടനം ചെയ്യുകയാണോ? വിശ്വമോഹനമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ കരുണ ഭക്തന്റെ ഹൃദയങ്ങളിൽ എന്താ പറയാ ദ്രവിപ്പിച്ചു. പതഞ്ജലിയുടെ അഭ്യർത്ഥന മാനിച്ച് ഭഗവാൻ എന്ത് ചെയ്തു? താണ്ഡവ സ്വരൂപമായിട്ട്. അപ്പൊ പറഞ്ഞു, ഈ സ്വരൂപത്തിലെ മധുരയില് എന്നും അങ്ങ് നിൽക്കണം, ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ടെന്ന് പറയണ. ഭഗവാൻ പറഞ്ഞു, ശരി, മധുരയില് മധുരയ്ക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് നമ്മൾ അറിയാഞ്ഞിട്ടാണ്, എല്ലാം തികഞ്ഞ ഒരു സ്ഥലമാണ്. അപ്പൊ ഉടൻ തന്നെ ഭഗവാൻ പറയാണ്, മധുരയിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ രൂപത്തിൽ ഞാൻ സ്ഥിതി ചെയ്യാം. ഭഗവാൻ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് ആണ് മഹാവിഷ്ണു. ശിവൻ പറയാണ്, ഈ ലോകത്ത് ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് വെച്ചാൽ മഹാവിഷ്ണു. പക്ഷെ അതിലും കൂടുതൽ മഹാത്മ്യം ഹരനുണ്ട്, ശിവനുണ്ട്. അപ്പൊ ഈശ്വരൻ, സദാശിവൻ, ബിന്ദു, നാദം, പരാശക്തി, പരമശിവൻ, ഇങ്ങനെ മഹത്വം കൂടിക്കൂടി വരുന്ന ഇവരെല്ലാം ഇവിടെ ഉണ്ടില്ലേ. ഇവരെല്ലാം ചേർന്ന് 9 മൂർത്തികൾ ചേർന്നതാണ് ആലാസ്യത്തിലെ താണ്ഡവമൂർത്തി സ്വരൂപം. ഒരു പ്രാവശ്യം ഇവിടെ ദർശനം ലഭിച്ചാൽ ആ ആൾക്ക് ഭോഗവും മോക്ഷവും കൊടുക്കും. ഭഗവാന്റെ നർത്തന സ്വരൂപം കണ്ടാൽ ജീവൻ മുക്തി തരും എന്ന് പറഞ്ഞിട്ട് ഇതേ അവിടെ എങ്ങനെ താണ്ഡവം ചെയ്തു ആ രീതിയിൽ 9 സ്വരൂപം, അതായത് 9 മൂർത്തികളുടെ സമ്മിശ്ര സ്വരൂപമായിട്ടാണ് അവിടെ താണ്ഡവമൂർത്തിയായിരിക്കുന്ന ശിവൻ സ്ഥിതി ചെയ്യുന്നത്. അത് ഹാലാസ്യം എന്ന് പറയുന്ന മധുര ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം, ഒരു വിശേഷപ്പെട്ട അവിടെ ഒരുപാട് ശിവലിംഗങ്ങളുണ്ട്. നമുക്കറിയാം മധുര മീനാക്ഷി 1000 കാൽ മണ്ഡപം, അവിടെ ഓരോടത്തും ഓരോരോ നടയുണ്ട്. ഈ ഒരു വിശേഷപ്പെട്ട താണ്ഡവമൂർത്തി സ്വരൂപവും അവിടെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ എന്താ പറയാ ശിവനും മീനാക്ഷി ദേവിയും വളരെ ഐശ്വര്യമായിട്ട് എന്താ പറയാ വിവാഹങ്ങൾ കഴിഞ്ഞു. അത് വിവാഹം കഴിഞ്ഞ് ഭക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. ആ ഒരു ഐശ്വര്യമായിട്ട് അദ്ദേഹം സുന്ദരപാണ്ഡ്യൻ എന്ന പേരിലും ദേവി മീനാക്ഷി എന്ന പേരിലും ഭരണം ഭംഗിയായിട്ട് ഭരിക്കുകയാണ്. ഇത്രയും ഐശ്വര്യമുള്ള ഭരണകാലം ഉണ്ടായിട്ടില്ല. വളരെ വർഷം ഭരണം നടത്തി. അപ്പൊ സുബ്രഹ്മണ്യ സ്വാമികള് മീനാക്ഷിയുടെ ഗർഭത്തില് ഉഗ്രപാണ്ഡ്യൻ എന്നുള്ള രൂപത്തില് വന്ന് ജനിക്കുകയാണ്. ഉഗ്രപാണ്ഡ്യൻ, സുബ്രഹ്മണ്യൻ ശിവപുത്രനാണെന്നും അദ്ദേഹത്തിന്റെ അഗ്നി നേത്രത്തിൽ നിന്നാണ് സുബ്രഹ്മണ്യൻ ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ടല്ലേ. സുബ്രഹ്മണ്യൻ ഇവിടെ ദേവിയുടെ ഗർഭത്തിൽ തന്നെ ഉഗ്രപാണ്ഡ്യനായിട്ട് ജനിക്കുകയാണ്. ആ ഒരു ഗർഭകാലത്ത് 9 മാസം കഴിഞ്ഞ് പ്രസവിച്ച കുട്ടിയാണ് ഉഗ്രപാണ്ഡ്യൻ. അത് വളർന്നു വന്നപ്പോൾ രാജ്യഭാരമെല്ലാം മീനാക്ഷി എന്ത് ചെയ്തു? മീനാക്ഷി സുന്ദരേശ്വരന്മാര് എന്ത് ചെയ്തു? ഈ ഉഗ്രപാണ്ഡ്യന് കൈമാറിയെന്നും അവർ യഥാർത്ഥ സ്വരൂപത്തിൽ, അതായത് പാർവതിയും പരമേശ്വരനുമായിട്ട് തിരിച്ച് കൈലാസത്തിലേക്ക് തിരിച്ചുപോയി എന്നും ഈ പറഞ്ഞ മീനാക്ഷി വൈഭവം പറയണു. സുബ്രഹ്മണ്യൻ ശരവണ പൊയ്കയിലാണ് ജനിച്ചത്. എന്താണ് ശരവണ പൊയ്കയിൽ സാക്ഷാൽ പാർവതി എന്താ പറയാ സ്വരൂപം ആണ്. എന്താ പറയാ പാർവതി ഗർഭത്തിലല്ല, പക്ഷെ പാർവതി എടുത്ത് കൃതികളാണ് എടുത്ത് വളർത്തി. ഇങ്ങനെയൊക്കെ കുറെ കഥകളുണ്ട്. ഗണപതി എന്താ പറയാ ദേവിയുടെ മാത്രമാണ്, ദേവിയുടെ പുറത്ത് അഴുക്ക് കൊണ്ടാണ് ഗണപതി ഉണ്ടാക്കിയത്. അങ്ങനെയൊന്നും അല്ല. അതെല്ലാം മാറ്റാൻ വേണ്ടി സുബ്രഹ്മണ്യൻ ദേവിയുടെ തന്നെ പുത്രനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉഗ്രപാണ്ഡ്യനായിട്ട് മധുരയില് ജന്മമെടുത്തതെന്ന് പറയണു. ഗണപതിയും രണ്ടുപേരും, അതായത് ശിവശക്തി സംയോഗത്തിൽ നിന്നാണ് വന്നത്. ഗണപതിയും ശിവന്റെ എന്താ പറയാ സ്വരൂപം തന്നെ, ശിവനിൽ നിന്നും കൂടെയാണ് ഗണപതി വന്നതെന്നും പറയുന്നുണ്ട്. കാഞ്ചീപുരത്തെ ഗണപതി, അതിനാണ് തുണ്ടീര വിനായകൻ എന്ന് പറയും. അത് ശരിക്കും ശിവന്റെ മകനായിട്ട് വന്നു എന്നാണ് പറയുന്നത് കാഞ്ചിയില്. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ ഒരാളുടെ ആണോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങനെ അല്ല, രണ്ടുപേരുടെ സംയോഗത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോ അങ്ങനെ മധുരാപുരി ഉഗ്രപാണ്ഡ്യ രാജാവായിട്ടിരിക്കുന്ന സുബ്രഹ്മണ്യനും അങ്ങനെ മീനാക്ഷി പരദേവതയും എന്താ പറയുക സുന്ദരപാണ്ഡ്യനും ഇന്നും മീനാക്ഷി ക്ഷേത്രത്തില് തങ്ങളെ ശരണാഗതി ചെയ്യുന്നവർക്ക് തന്റെ കണ്ണുകൊണ്ടുള്ള നോട്ടം കൊണ്ട് ഐശ്വര്യങ്ങളെയും കൊടുത്ത് മീനാക്ഷി ക്ഷേത്രം ഹാലാസ്യം എന്ന ശ്രീപുരമായിട്ട് ശ്രീചക്ര ബിന്ദുസ്ഥാനമായിട്ട് ദേവിയുടെ
എന്താ പറയാ അവതാര നാമങ്ങളെല്ലാം തന്നെ അവിടെ പറഞ്ഞ് ഇന്നും അങ്ങനെയാണ് പൂജിക്കുന്നത്. എല്ലാ ഭോഗങ്ങളും അവിടെ വന്ന് തൊഴുന്നവർക്ക് ഉഗ്രപാണ്ഡ്യനെയും അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് സുബ്രഹ്മണ്യനായിട്ട്. അപ്പൊ ഇവരെല്ലാം ചേർന്ന മീനാക്ഷി ക്ഷേത്രം അത്ര എന്താ പറയാ വിശേഷപ്പെട്ട ആ ഒരു മീനാക്ഷിയുടെ വൈഭവം എല്ലാം നടന്ന രാജ്യമാണ് മധുരാപുരി. ദേവിയുടെ പുരാണം പറയുന്നു എല്ലാ ഭോഗങ്ങളും കൊടുക്കും അവസാനം കൈവല്യമുക്തി. എങ്ങനെയാണോ രാജരാജേശ്വരി ലളിതാ ത്രിപുരസുന്ദരി കൊടുക്കുന്നത്, അതുപോലെ മീനാക്ഷി കൈവല്യമുക്തി പദവും കൊടുക്കും. അപ്പോ എന്താ പറയാ ദേവിക്ക് എന്താ പറയാ അവിടെ ഒരു എന്താ പറയാ ഈ കരിമ്പ് വലിയ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ദേവി. ആ ഒരു സർവമംഗള സ്വരൂപിണിയായിട്ട് സുന്ദരേശ്വരന്റെ സന്നിധി വേറെയാണ്, ദേവിയുടെ സന്നിധി വേറെയാണ്. അപ്പൊ അവരെന്താ ആ ഒരു അനുഗ്രഹം കൊടുത്തുകൊണ്ട് പരാശക്തിയുടെ ഭൂമിയിലുള്ള അവതാരമായിട്ട് തന്നെ ദേവി അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ മീനാക്ഷി സുന്ദരേശ്വര കല്യാണം, മീനാക്ഷി വൈഭവം എന്ന് പറയുന്ന ഒരു വളരെ വിശേഷപ്പെട്ട ഒരു എന്താ പറയാ ഒരു വലിയ ചരിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പൊ ശുഭമായിട്ട് ഇത് കേട്ടവർക്കും പറഞ്ഞവർക്കും എല്ലാം ശുഭം കൊടുക്കട്ടെ ദേവി. വാചാവാ മനസ്സാവാ തവ ഗിരിസുതേ കായേനവാ സന്തതം മീനാക്ഷി കഥാചിതം തകുരുതേത്വം നാമസങ്കീർത്തനം ലക്ഷ്മീ തസ്യ ഗൃഹേ വസതി ത്വം അനുദിനം വാണീശ്ചക്ത വക്താംബുജേ ധർമ്മ ചതുഷ്ട കരതലം പ്രാപ്തപദം നിശ്ചിതം. അമ്മയുടെ ഞാൻ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഗിരിസുതേ എന്തെങ്കിലും എൻ്റെ ശരീരം കൊണ്ടോ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അറിയാതെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അമ്മ ക്ഷമിക്കണം. അമ്മയുടെ പാദപത്മങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു. എൻ്റെ ഹൃദയത്തിലും എൻ്റെ ഗൃഹം, എൻ്റെ ഈ ശരീരമാകുന്ന ഹൃദയത്തിലും ഞാൻ വസിക്കുന്ന ഗൃഹത്തിലും സദാ ലക്ഷ്മി വിളങ്ങട്ടെ. എൻ്റെ നാവില് സരസ്വതി നടനം ചെയ്യട്ടെ. ആ ധർമ്മ ചതുഷ്ടയം ധർമാർത്ഥ കാമ മോക്ഷങ്ങളിൽ എന്നിൽ വിളയാടട്ടെ. എല്ലാവരും എന്താ കരതലം എനിക്ക് എൻ്റെ കയ്യില് എന്താ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അത് പ്രാപ്തമാകട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് കേട്ടവർക്ക് ആ ദേവി എല്ലാ അനുഗ്രഹം തരട്ടെ. മീനാക്ഷി കല്യാണം ശുഭം ശുഭം ശുഭം. പരമശുഭമായിരിക്കുന്ന മീനാക്ഷി കല്യാണം നമ്മൾ ഇന്ന് ഇവിടെ നിർത്തുകയാണ്. ദേവിയുടെ ഒരു വൈഭവം കൂടെ പറയാം. ഇനി ഹാലാസ്യത്തിന്റെ മാഹാത്മ്യം മാത്രമേ ഉള്ളൂ. എന്താണ് ഹാലാസ്യം? അത് നാളെ നമുക്ക് പറയാൻ പറ്റൂ. ദേവിയുടെ ഒരു വൈഭവം നമുക്ക് ജസ്റ്റ് പറഞ്ഞ് ദേവിയുടെ ഈ പറഞ്ഞ മീനാക്ഷി സ്വരൂപത്തിന്റെ ഒരു വൈഭവം കൂടെ പറഞ്ഞ് നമുക്ക് ഇന്ന് നിർത്തിയിട്ട് നാളെ ഹാലാസ്യം, അത് വളരെ കുറച്ചേ ഉള്ളൂ, എന്നാലും ഹാലാസ്യം എന്താണെന്ന് അറിയണം. ഹാലാസ്യത്തിന്റെ മാഹാത്മ്യം കൂടെ അറിഞ്ഞ് നമുക്ക് നാളെ നിർത്താം. ഇന്ന് ദേവിക്ക് അവിടെ ഒരു എന്താ പറയുക, ദേവി അവിടെ ആ മീനാക്ഷി ക്ഷേത്രത്തില് ആ ഒരു ബിംബത്തിൽ ഇരിക്കുന്ന മീനാക്ഷി ദേവിയുടെ ഭരണകാലം കഴിഞ്ഞു. ദേവി അവിടെ മീനാക്ഷി സ്വരൂപമായിട്ട് ഇന്നും സുന്ദരേശ്വരൻ അവിടെ രണ്ടുപേരുമുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്. അവിടെ മനുഷ്യർക്ക് ചെയ്തത് ഒരുപാട് കഥകള്, എന്താ പറയാ ഒരു 250 കഥകളുണ്ട് ദേവിയുടെ പ്രത്യക്ഷ അനുഭവങ്ങള്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിക്കൂടെ കണ്ണുനീര് വരും. അത്രയ്ക്ക് ദേവി സ്വന്തം മക്കളെ കാത്തുരക്ഷിക്കുന്ന പോലെയാണ് ദേവി ഓരോന്ന് അവിടെ ചെയ്തു കൊടുക്കുന്നത്. അവർക്ക് തമിഴ് ആൾക്കാർക്ക് ഭയങ്കര തമിഴല്ല, നമുക്കും ഇത് കേട്ട ആർക്കാണ് അമ്മയെ വിശ്വാസം ഇല്ലാത്ത? ആ ഒരു പ്രത്യേകിച്ച് അവർ അമ്മാന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിളി കേൾക്കുന്ന കൺകണ്ട ദൈവം എന്നാ പറയുന്ന, കൺകണ്ട ദേവി തായേ മീനാക്ഷി എന്നാ വിളിക്കുന്നവര് ഓരോരുത്തരും. അപ്പോ ദേവിയുടെ മടപ്പള്ളി എന്ന് പറഞ്ഞ ദേവിക്ക് പ്രസാദം തയ്യാറാക്കുന്ന ഒരിടത്ത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തെ കവി ശ്രീനിവാസനാക്കിയത് എങ്ങനെയാണ്? ജസ്റ്റ് ഒരു കഥ മാത്രം നമുക്ക് കേട്ടു നിർത്താം. അദ്ദേഹം വളരെ വളരെ ദേവിയെ വിശ്വാസപ്പെട്ട ഒരാളായിരുന്നു ശ്രീനിവാസൻ. ദേവിക്ക് എന്താ പറയാ ഒരുപാട് നടകളിൽ പ്രസാദം ചെയ്യണം. വളരെ വിശേഷം മടപ്പള്ളി എന്ന് പറഞ്ഞ ആ ഗർഭഗൃഹത്തിന് അത്രയും തന്നെ വലുതാണ് മടപ്പള്ളി. കാരണം ഒരുപാട് പൊങ്കല്, പലതരത്തിലുള്ള പൊങ്കലുകള്, പായസങ്ങള്, പലഹാരങ്ങള് ഇത്രയും നേദ്യം ചെയ്യുന്ന ഒരു ക്ഷേത്രമില്ല. അത്ര ഒരുപാട് പേര് സഹായിക്കാൻ വേണം, ഒരാൾ മേൽനോട്ടം വഹിക്കണം. ഇതെല്ലാം തന്നെ രാവിലെ 3:30 മണി തൊട്ട് പൂജ തുടങ്ങും, രാത്രി വരെ പൂജകളുണ്ട്. അപ്പോ വളരെ വിശേഷപ്പെട്ട കാര്യങ്ങൾ വിശേഷ ദിവസങ്ങളിൽ ചെയ്യണം. ഇങ്ങനെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഒരു ദിവസം ഈ ശ്രീനിവാസൻ എന്ത് ചെയ്തു? അത് വളരെ വളരെ ഭഗവതിയെ നേരിട്ട് കണ്ടിട്ടില്ല, മനക്കണ്ണിൽ എന്നും അമ്മയുടെ തിരുമണ കോലം കണ്ട് ദർശിച്ച് അമ്മയുടെ മുമ്പിൽ ചെന്ന് തൊഴുതതിന് ശേഷം മാത്രമേ മടപ്പള്ളിയിൽ വരാറുള്ളൂ. ഈ ശ്രീനിവാസൻ ദേവി എന്താ പറയാ ശിവനെ തൊഴുതില്ലെങ്കിലും ദേവിയെ തൊഴും. അത്രയ്ക്ക് എന്താ അവിടെ ദേവിക്കാണ് ആദ്യത്തെ പൂജ. ദേവിക്ക് കൊടുത്തിട്ട് ഭഗവാന് കൊടുക്കും. ഭഗവാന്റെ നിർദ്ദേശമാണ് മഹാരാജ്ഞിയായിരിക്കണം മീനാക്ഷി നടയിൽ ആദ്യ പൂജ. അതിന് ശേഷമേ വേറെ ഏത് നടയിലും ചെയ്യും. രാവിലെ 3:30 അഭിഷേകം കഴിഞ്ഞ ദേവിക്ക് മലർ നിവേദ്യം, അതിന്റെ കൂടെ പൊങ്കൽ പോലെ ഒരു നിവേദ്യമുണ്ട്. അങ്ങനെയാണ് അവിടുത്തെ വിശേഷമായിട്ടുള്ള പൂജകൾ നടത്തുന്നത്. അവിടുത്തെ രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക ദിവസം വെള്ളിയാഴ്ചയും പൗർണമിയായിരുന്നു. തലേ ദിവസം ശ്രീനിവാസന് ഒരു പ്രത്യേക ഓല കിട്ടി കൊട്ടാരത്തിൽ നിന്ന്. നാളെ പൗർണമിയാണ്, രാജാവിന്റെ ജന്മദിനമാണ്. വിശേഷപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഒരു വലിയ ചാർത്ത് തന്നെ കൊടുത്തു. സാധാരണ ദിവസം
ചെയ്യുന്ന പൂജകൾക്ക് കൂടാതെ തന്നെ കുറെ നൈവേദ്യങ്ങള്, പായസം, വേറെ എന്തൊക്കെ എക്സ്ട്രാ ആയിട്ട് കുറെ കാര്യങ്ങൾ ഇദ്ദേഹം അന്തം വിട്ട് നിന്നു. അയ്യോ, നാളെ ഞാൻ എന്ത് ചെയ്യും? ഇന്നല്ലേ എനിക്കിത് കിട്ടിയുള്ളൂ. എന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ കുറച്ചു പേരല്ലേ ഉള്ളൂ. ഇത്രയും ചെയ്യാൻ തന്നെ എത്ര സമയമെടുക്കും? ഈ എക്സ്ട്രാ എല്ലാം കൂടെ എവിടുന്ന് ചെയ്യും എന്ന് പറഞ്ഞിങ്ങനെ വളരെ എന്താ പറയാ അത്ഭുതപ്പെട്ട് വളരെ വിഷമിച്ച് നിന്നു. സാരമില്ല, ചെയ്യാം, ഇന്ന് മടപ്പള്ളിയിൽ തന്നെ താമസിക്കാം, വീട്ടിൽ പോണ്ട, ഇവിടെ കിടന്ന് തന്നെ ചെയ്യാം, അല്ലാതെ തീരില്ല എന്നൊക്കെ മനസ്സുകൊണ്ട് വിചാരിച്ച് ജോലിക്കാരോടൊക്കെ അത് രാവിലെ വരാൻ പറഞ്ഞു. ആർക്കും അവിടെ ക്ഷേത്രത്തിൽ തങ്ങാൻ അനുമതിയില്ല. ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കണമെങ്കിൽ ഇവിടെ താമസിച്ചേ പറ്റൂ. രാവിലത്തെ അഭിഷേകം, അത് കഴിഞ്ഞ് രാജാവ് 6:30 ദർശനത്തിന് എത്തും മുമ്പേ എല്ലാം ചെയ്യണം. ഇത്രയും പലഹാരങ്ങൾ ചെയ്തെടുക്കണ്ടേ, ഞാൻ ഇവിടെ താമസിക്കാന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ക്ഷേത്ര അധികാരികൾ അനുമതി കൊടുത്തു. അദ്ദേഹം രാത്രി ക്ഷീണിച്ച് അവശനായി രാത്രിയത്തെ പൂജ കഴിഞ്ഞ് നൈവേദ്യ പാത്രങ്ങളെല്ലാം എടുത്ത് കഴുകിയൊക്കെ വെച്ചതിന് ശേഷം ദേവിയുടെ നട അടയ്ക്കുന്നതിന് മുമ്പേ പറഞ്ഞു, അമ്മ മീനാക്ഷി, ഞാൻ എന്ത് ചെയ്യും അമ്മ? എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നെ കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ഷേ ശരീരം കുറച്ചല്ലേ ഉള്ളൂ, ശരീരം കുറച്ചു പേരല്ലേ ഉള്ളൂ ഞങ്ങള്. ഇത്രയും രാജാവ് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്, എനിക്ക് പറ്റുമോന്നറിയില്ല അമ്മ, നീ തന്നെ കാപ്പാത്തതെന്ന് പറഞ്ഞിട്ട് ദേവിയുടെ നടയിൽ എപ്പോഴും ഒരു അമ്മയോട് സംസാരിക്കുന്ന പോലെ, ഒരു മകൻ ചെന്ന് അമ്മയോടത്ത് സംസാരിക്കണ പോലെ അമ്മ ദേവിയോട്ട് സംസാരിക്കും. അതുപോലെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ശ്രീനിവാസൻ അകത്ത് ചെന്ന് തന്റെ തിടപ്പള്ളിയിൽ കുറച്ചു നേരം കിടക്കാം, എന്നിട്ട് രാവിലെ എണീക്കാമല്ലോ എന്ന് വിചാരിച്ച്, സാധാരണഗതിയിൽ മടപ്പള്ളി പുറത്തു നിന്നാണ് അടയ്ക്കുന്നത്, ഇദ്ദേഹം അറിയാതെ അകത്തു നിന്ന് അടച്ചങ്ങ് കുറ്റിയിട്ടു. കുറ്റി വീണുപോയി. അദ്ദേഹം ഒന്നും അറിയില്ല, അത്രയ്ക്ക് ക്ഷീണമായിരുന്നു. അദ്ദേഹം ചെന്ന് കിടന്നത് മാത്രം അറിയാം. മടപ്പള്ളി അടച്ചു കഴിഞ്ഞാല് സൂര്യപ്രകാശം ഉള്ളിൽ വരില്ല, എപ്പോഴും ഇരുട്ടായിരിക്കും. സൂര്യൻ ഉദിച്ചതോ നമുക്ക് സ്ഥലകാലം ഒന്നും അറിയാൻ പറ്റില്ല. വേറെ കൂടെ ആരുമില്ല. ഇദ്ദേഹം എന്ത് ചെയ്തു, അതിനകത്ത് കിടന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങി രാവിലെ എത്രയാ, ഒരു 3:30 4, ആരോ കതകിൽ ഭയങ്കരമായിട്ട് ചവിട്ടുന്നതും അടിക്കുന്നതും ഒക്കെ ഒച്ച കേട്ടാണ് ഇദ്ദേഹം കണ്ണു തുറക്കുന്നത്. കണ്ണു തുറന്ന് നോക്കിയപ്പോ ഭയങ്കര ഇരുട്ട്. അയ്യോ, എന്ത് പറ്റി? ചാടി എഴിക്കുന്നു. നോക്കിയപ്പോ മണി 3:30. അവിടെ അഭിഷേകം കഴിഞ്ഞ് നേദ്യത്തിന് പോറ്റി കാത്തു നിൽക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ഒരു പാത്രം പോലും കഴുകിയിട്ടില്ല. ഇദ്ദേഹം എന്ത് ചെയ്തു, വേർത്ത് കുളിച്ച് കതവ് തുറന്നപ്പോ രാജാവ് എത്തിക്കഴിഞ്ഞു ദർശനത്തിന് എന്ന് പറയുകയാണ്. കാരണം ഈ കടച്ച് ഇരുട്ടായതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തു, എവിടെ എടുക്കൂ പാത്രങ്ങൾ എടുക്കൂ, പ്രസാദം എടുക്കൂ, എന്താ ശ്രീനിവാസ നീ ഇങ്ങനെ ചെയ്തത്, എന്ത് പറ്റി, എന്താ കൊണ്ടുവരാത്തതെന്നൊക്കെ വെളിയിൽ നിന്ന് ആളുകൾ ചോദിക്കുന്നു. ഇദ്ദേഹം സ്തബ്ധനായി. എന്ത് ചെയ്യും അമ്മ, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് നോക്കി. അപ്പൊ പറഞ്ഞു, എന്താ നീ ഇങ്ങോട്ട് ഇറങ്ങെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ പിടിച്ച് വലിച്ച് മടപ്പള്ളിയിൽ നിന്ന് വെളിയിലോട്ട് ആക്കുകയാണ്. ഇവരെല്ലാം കൂടെ അകത്ത് ലൈറ്റ് ഇട്ട് അകത്തോട്ട് കയറുകയാണ്. നോക്കിയപ്പോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം വിഭവങ്ങള്, രാജാവ് കൊടുത്തതിനേക്കാളും 1000 മടങ്ങ് സാധനങ്ങൾ, എന്താ പറയുക, വലിയ വലിയ പാത്രങ്ങളിൽ നിറച്ച് കണ്ട് അത് വല്ലാത്തൊരു മണം അതിനകത്ത്. ഈ ശ്രീനിവാസൻ അന്തം വിട്ട് നിൽക്കുകയാണ്. അകത്തോട്ട് നോക്കുന്നു. അവിടെ എന്താ, ആ ഒരു ചെറിയ ഗണപതി, ഒരു മഞ്ഞൾ വെച്ച് ഗണപതിയെ വെച്ചിട്ടുണ്ട്. ഒരു പ്രകാശം പോലും ഇല്ലാതെ ഇത് ആര് ചെയ്തു? ഈശ്വര, ഞാൻ ഈ മടപ്പള്ളി തുറന്നില്ലല്ലോ, ഇതിന്റെ അകത്ത് ആര് കയറി? നോക്കിയപ്പോ എല്ലാം റെഡി ആയിരിക്കണം. അഭിഷേകത്തിനുള്ളതും രാജാവ് കൊടുത്ത ലിസ്റ്റിൽ 10 മടങ്ങ് സാധനങ്ങളെ അവിടെ ഇദ്ദേഹത്തിന് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഒന്നും അറിഞ്ഞൂടാ. ഇദ്ദേഹം ഏതോ ഒരു എന്താ പറയാ, ഒരു മായാജാലത്തിന് അടിമപ്പെട്ട പോലെ അമ്മയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്. അവിടെ അഭിഷേകം നടത്തുന്നു. അഭിഷേകം നടത്താൻ രാജാവ് എത്തിക്കഴിഞ്ഞു. അഭിഷേകം തുടങ്ങുന്നു. നോക്കിയപ്പോ എന്താ പറയാ, പോറ്റി ജലമൊഴിക്കുകയാണ് വിഗ്രഹത്തിൽ. അമ്മയുടെ ആ ഒരു മാണിക്യ മൂക്കൂത്തി മൂക്കിലില്ല. അയ്യോ, അമ്മയുടെ മാണിക്യ മൂക്കൂത്തി എവിടെ പോയി? പോറ്റി പറയുന്നു, അയ്യോ, ഇത് ക്ഷേത്രം പോലും ആരും തുറന്നിട്ടില്ല, എന്ത് പറ്റി? അമ്മയുടെ മൂക്കൂത്തി കാണാനില്ല. ഇന്ന് വരെ അമ്മയുടെ മൂക്കിൽ നിന്ന് അത് ഇടക്കിയിട്ടില്ല. ഈ ക്ഷേത്രത്തിൽ ആകെ താമസിച്ചിരുന്നത് ശ്രീനിവാസനാണ്. എന്ത് പറ്റി? ഇത് അമ്മയുടെ മൂക്കൂത്തി. എല്ലാം വലിയ പ്രശ്നമായി. രാജാവ് അറിഞ്ഞു. രാജാവ് ചോദിച്ചു, എവിടെ പോയി ദേവിയുടെ ആ മാണിക്യക്കല്ല്? 1000 ദീപങ്ങൾ പ്രകാശിച്ച പോലെ എന്താ പറയുക, ഉജ്ജ്വലിക്കുന്ന ഒരു മാണിക്യക്കല്ലാണത്. എവിടെ പോയി? ഇത് ആരെടുത്തു? എങ്ങനെ വന്നു എന്ന് പറഞ്ഞ് ഭയങ്കര എന്താ പറയുക, എല്ലാവരും ഒരു സംശയ ദൃഷ്ടിയോടുകൂടി ശ്രീനിവാസനെ നോക്കുകയാണ്. കരഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ, അമ്മ, തായേ, ഇതാണോ എനിക്ക് തന്നത്? ഇതിനാണോ എനിക്ക് എല്ലാം ഉണ്ടാക്കി തന്നെ എന്നെ ഇത്രയും അനുഗ്രഹിച്ചത്? അമ്മ, ഞാൻ കള്ളനായോ അമ്മ? ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല അമ്മ, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സാഷ്ടാംഗം അമ്മയുടെ പാദപത്മങ്ങൾ നമസ്കരിക്കുകയാണ്. പെട്ടെന്ന് അവിടുന്ന് ഒരു അശരീരി, ബിംബത്തിൽ നിന്ന് ഒരു അശരീരി കേട്ടു. ശ്രീനിവാസ, വിഷമിക്കണ്ട, എന്റെ മൂക്കൂത്തി അവിടെ തിടപ്പള്ളിയിൽ പോയി നോക്കുക എന്ന് പറയുക. എല്ലാരും ഓടി തിടപ്പള്ളിയിൽ ചെന്നപ്പോഴെന്താ, മൂക്കൂത്തി അവിടെ ഊരി വെച്ചിരിക്കുകയാണ്. അപ്പൊ ദേവിയുടെ അശരീരി, ഞാൻ തന്നെ വന്ന് എല്ലാം ഉണ്ടാക്കിയതാണ്, എനിക്ക് എന്റെ ഭക്തനെ സഹായിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ജോലി ചെയ്തപ്പോ എന്റെ മൂക്കുത്തി അവിടെ പ്രകാശമില്ല, അതുകൊണ്ട് എന്റെ മൂക്കുത്തി ഊരി വെച്ചതാണ്, അതുകൊണ്ടാണ് എന്റെ മൂക്കുത്തി അവിടെ ആയത് എന്ന് ദേവിയുടെ ശബ്ദത്തിൽ കേൾക്കുകയാണ്. അപ്പൊ അദ്ദേഹം, ആ ശ്രീനിവാസ ഭട്ടർ ഇതുവരെ
പാവപ്പെട്ട ഒരു കുശിനിക്കാരൻ ഇല്ലേ, അദ്ദേഹത്തിന് ഒന്നും എന്താ പറയാ, പാചകം മാത്രം അറിയുന്ന ആള് ദേവിയെ കുറിച്ച് 16 ശ്ലോകങ്ങൾ പാടുന്നുണ്ട് ദേവിയുടെ നടയിൽ നിന്ന്. അതാണ് പറയുന്നത്, ഞാനൊരു വെറും പാചകക്കാരനെ പണ്ഡിതനാക്കി അല്ലയോ ഭഗവതി മീനാക്ഷി മീനാക്ഷി എന്ന് പറഞ്ഞ് 16 വിശേഷപ്പെട്ട ശ്ലോകങ്ങൾ. അമ്മയില്ലാത്ത ഒരു കരുണാമൂർത്തി, അമ്മയുടെ കരുണ ആർക്കുണ്ട്? അമ്മയാണ് എന്താ പറയാ ഒരു വാഗ്മിയാക്കുന്നത് എന്ന് പറഞ്ഞ് വളരെ വളരെ ഹൃദയത്തിൽ തൊട്ടുള്ള 16 ശ്ലോകങ്ങൾ ശ്രീനിവാസൻ എഴുതി. അങ്ങനെ ഒരു തന്റെ ഭക്തന് വേണ്ടി ആ ഒരു ഗർഭഗൃഹത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പാചകം ചെയ്യാൻ പോലും തന്റെ മൂക്കൂത്തി എടുക്കാൻ മറന്നുപോയി തിരിച്ച ക്ഷേത്രത്തിൽ. കഥയാണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ദേവി പ്രത്യക്ഷമാണ് അവിടെ, ദേവിയുടെ സാന്നിധ്യം അവിടെ ആർക്കും കള്ളം പറയാൻ പറ്റില്ല. അമ്മയെ ആശ്രയിക്കുന്നവർക്ക് അമ്മ അനുഗ്രഹം കൊടുക്കാണ്ടിരിക്കില്ല. അത്ര എന്താ ദേവിയുടെ പ്രത്യക്ഷം ഇന്നും അന്നും എപ്പോഴും. ആ ഒരു ഹാലാസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് നാളെ കാണാം സുന്ദരേശ്വരന്റെയും ഒരു പ്രത്യക്ഷ വൈഭവങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കണം. ഇന്നും ഒരുപാട് പേർക്ക് അനുഭവങ്ങളുണ്ട് അവിടെ. ശരിക്കും സാക്ഷാൽ ശ്രീചക്ര സ്വരൂപിണിയായിട്ടിരിക്കുകയാണ് അമ്മ അവിടെ. ആ ഒരു ബിന്ദുവിലിരിക്കുന്ന രാജരാജേശ്വരിയായിട്ട് ശബ്ദ ബ്രഹ്മമയി ചരാചരമയി ജ്യോതിർമയി വാക്മയി നിത്യാനന്ദമയി നിരഞ്ജനമയി തത്വമയി ചിന്മയി തത്വാതീതമയി പരാത്പരമയി മായാമയി ശ്രീമയി സർവ ഐശ്വര്യമയി സദാശിവമയി മാമ്പാഹി മീനാംബികെ. അമ്മേ ഈ രീതിയിൽ എന്താ പറയാ പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാം ശബ്ദപ്രപഞ്ചം ചരാചരത്തിൽ ജ്യോതിർമയിയായിട്ട് വാക്സ്വരൂപിണിയായിട്ട് എല്ലാ ആനന്ദം കൊടുക്കുന്നവളായിട്ട് എല്ലാ തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിട്ടിരിക്കുന്ന സാക്ഷാൽ ഗുരുരൂപിണിയായിരിക്കുന്ന ദേവിയും അമ്മയുടെ സ്വരൂപത്തിലിരിക്കുന്ന ദേവിയും എല്ലാം തന്നെ പ്രത്യക്ഷമായിട്ട് കാണിച്ചു കൊടുക്കുന്ന സ്ഥലമാണ് മധുര മീനാക്ഷി ക്ഷേത്രം. എല്ലാവർക്കും ഒരിക്കൽ അവിടെ പോവാനും ഈ കഥകളെല്ലാം കേട്ട് അമ്മയെ ശരണാഗതി ചെയ്ത് ശ്രീവിദ്യ അതാണ് ശ്രീവിദ്യാം ശിവവാമഭാഗ നിലയാം ഹ്രീങ്കാര മന്ത്രോജ്വലം. ശിവന്റെ വാമഭാഗമായിട്ട് ആ ഒരു ശ്രീചക്രാങ്കിത ബിന്ദു മധ്യവസതിയും ശ്രീമത് സഭാനായകിയും ചിൽസഭയാണ് അവിടെ. ആ ഒരു എന്താ മീനാക്ഷി പ്രണതോസ്മി സന്തതമഹം കാരുണ്യവാരാനിധി. നമുക്ക് എല്ലാവർക്കും മീനാക്ഷി ഭഗവതി അമ്മയുടെ ആ ഒരു തിരുക്കല്യാണ കേട്ടും പറഞ്ഞതും നമുക്ക് എല്ലാവർക്കും അമ്മ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഹാലാസ്യവും കൂടെ കേട്ടിട്ട് അടുത്തതിലോട്ട് പോവാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.